Additional Professor of Pediatrics and Director, Institute of Mental Health and Neurosciences, IMHANS, Kozhikode. I most heartily welcome you, sir, to the program. I also welcome all the dignitaries who are attending the program. Now I cordially welcome Dr. Krishna Kumar, sir, to deliver his talk. Sir, please. Good afternoon to all. Am I audible? Yeah, sir. ബാക്കിയുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, കാണാം സർ. Slides കാണാലോ അല്ലേ? കാണാം. Okay. So good afternoon to all. Madam പറഞ്ഞതുപോലെ we have discussed how to approach a child with developmental delay, and next day, same day, we have seen what are the common developmental disorders, and we have an overview of autism spectrum disorder, which is increasing world over in our country also. And now today we will see a very common problem in child psychiatry and also in children as such, hyperactive behavior. You might have heard many parents complaining that my child is overactive. Excuse me, sir. സാറിന്റെ ശബ്ദം ഇത്തിരി കുറവാണ്, മൈക്ക് ഇത്തിരി നീങ്ങിയിരിക്കാം. Okay. Audible അല്ല. Okay. So many parents, ഇപ്പോൾ audible ആണോ? Many parents complain that എൻ്റെ കുട്ടി ഓവർ ആക്റ്റീവ് ആണ്. കേൾക്കണ്ടോ? ഓക്കെ, ഓവർ ആക്റ്റീവ് ആണ്, അൺയൂഷ്വലി ആക്റ്റീവ് ആണെന്നൊക്കെ പറയുന്നത് കേൾക്കും. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് നമ്മൾ പറയുമ്പോൾ അതുപോലെ ഒരു നോർമൽ ഓവർ ആക്ടിവിറ്റി അല്ല. സോ ഇറ്റ് സംതിങ് വിച്ച് ഗോസ് ബിയോണ്ട് ദറ്റ്. സോ വിൽ സീ വാട്ട് ആർ ദ ഫീച്ചേഴ്സ്. യു സി എ 4 വയസ്സുള്ള ഒരു കുട്ടിയാണ് രേഷ്മ. ഷീ കെയിം ടു അവർ OP with these complaints: restless, never sits quiet, run around in the class, disturbs other children. ഇതാണ് നമ്മൾ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും ഓടിക്കൊണ്ടിരിക്കണം. ആൻഡ് ദാറ്റ് ഈസ് ഹൈപ്പർ ആക്ടിവിറ്റി. പിന്നെ she cannot sustain attention and cannot obey classroom rules, attention problem, and very impulsive behavior. Whatever she feels to do, എന്തെങ്കിലും ചെയ്യണം തോന്നിയ അപ്പം അത് ചെയ്യണം, അത് വേണമെന്ന് പറയുകയാണെങ്കിൽ അപ്പം അത് കിട്ടണം. സോ ദാറ്റ് ഈസ് ഇമ്പൾസീവ് ബിഹേവിയർ. അപ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നു, ടെമ്പർ ടാൻട്രംസ് വരുന്നു. സോ ദിസ് ഈസ് എ ക്ലാസിക്കൽ features of a child with hyperactivity disorder, attention deficit hyperactivity disorder. ഒരു 3-4 വയസ്സിൽ they present like this. The importance of this year is 4 വയസ്സിലൊക്കെ യൂഷ്വലി കുട്ടികൾ വെരി ആക്റ്റീവ് ആവും, ഓവർ ആക്റ്റീവ് ആവും. ടെറിബിൾ ടൂസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന, നിങ്ങൾ ഇടശ്ശേരിയുടെ പെങ്ങൾ എന്നുള്ള പഴയ കവിതയുണ്ട്. ഇടശ്ശേരി പറയും, 4 വയസ്സിന് നട്ടപ്രാന്തിൽ കളിമച്ചിങ്ങ എറിഞ്ഞതിനാലേ പെങ്ങളുടെ നെറ്റിയിൽ പൊട്ടിയ അടയാളം ഇപ്പോഴും ഉണ്ട് എന്ന്. അപ്പം ഈ 4 വയസ്സിൽ പണ്ടേ പറയുന്ന അങ്ങനെ അത്രയും ആക്റ്റീവാണ് കുട്ടികളെന്ന്. അതിലൊരു സൈക്കോളജി ഉണ്ട്. 4 വയസ്സൊക്കെ ആകുമ്പോഴേ കുട്ടികൾ കുറേശ്ശെ പുറത്തേക്കൊക്കെ പോകാൻ തുടങ്ങിയാണ് അവരുടെ ഒരു കൺട്രോൾ വരുന്നത്. സോ ദാറ്റ് നോർമൽ ആക്ടിവിറ്റി ഷുഡ് നോട്ട് ബി മിസ്റ്റേക്കൺ ഫോർ ഹൈപ്പർ ആക്ടിവിറ്റി, ADHD പറയും. കുറച്ചുകൂടെ വലുതാകുമ്പോഴേക്കും 9 വയസ്സാകുമ്പോഴേക്കും കംപ്ലൈൻറ്റ്സ് ചേഞ്ച് ചെയ്തു. ഇറ്റ് ഈസ് ഫോർഗെറ്റ്സ് ഈസിലി, പെട്ടെന്ന് മറന്നു പോകുന്നു, നോ മെമ്മറി, ഓർമ്മയില്ല. ഇപ്പോൾ ടീച്ചർ പറയും മടിയനാണ്, പഠിക്കാൻ താല്പര്യമില്ല, ഫെയിൽസ് ഇൻ ഓൾ സബ്ജക്ട്സ്.
cannot do anything properly, easily distracted, restless, cannot sit quiet for some time. So all these are problems of hyperactivity and attention. പക്ഷെ അറ്റൻഷൻ പ്രോബ്ലം പ്രിഡോമിനൻ്റ് ആയിട്ട് വരുവാണ്. ഇപ്പം ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് കുട്ടിക്ക് ഓർക്കാൻ പറ്റുന്നില്ല, മറന്നു പോകുന്നു. സോ ആസ് ചൈൽഡ് വിത്ത് ADHD ബിക്കംസ് ഓൾഡർ, ഹൈപ്പർ ആക്ടിവിറ്റിനേക്കാളും അറ്റൻഷൻ പ്രോബ്ലം ബിക്കംസ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കുട്ടികൾ പഠിക്കുന്നില്ല, ഓർമ്മക്കുറവ്. അപ്പോൾ അമ്മ പറയും അവന് ഭയങ്കര മറവിയാന്ന് പറയും. ലാസ്റ്റ് വഴി ഫ്രീക്വൻ്റ് ഐ ബ്ലിങ്കിങ് പറയുന്നത് നമ്മൾ ടിക്സ് എന്ന് പറയുന്ന ഒക്കുലാർ ടിക്സ് ഇറ്റ്സ് വെരി കോമൺ ഇൻ ചിൽഡ്രൻ വിത്ത് ADHD. നമ്മൾ കോമോർബിഡിറ്റി എന്ന് പറയും. മോട്ടോർ ടിക്സ്. സോ മോട്ടോർ ടിക്സ് ഐ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ലൈക്ക് യു ആർ ക്ലോസിങ് ആൻഡ് ഓപ്പണിങ് ഐസ്. സോ ദാറ്റ് ഇസ് ഇറ്റ് ഇസ് നോട്ട് എ ബിഗ് തിങ്. ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന ടിക്സ്. പക്ഷെ ആൻഡ് ദാറ്റ് ഇസ് എ ബിനൈൻ തിങ്. ഇൻ മെജോറിറ്റി ഓഫ് ചിൽഡ്രൻ ഇറ്റ് വിൽ ഡിസപ്പിയർ സ്പോണ്ടേനിയസ്ലി. പക്ഷെ അതിൻ്റെ കൂടെ മിക്കപ്പോഴും ദർ ബി കോമോർബിഡ് ADHD വിച്ച് മേ റിക്വയർ ഇൻ്റർവെൻഷൻ. പിന്നെ കുറച്ചുകൂടെ വലിയ കുട്ടിയാകുമ്പോഴേക്കും പഠിക്കാൻ മോശമാണ്, ഫെയിൽസ് ഇൻ ഓൾ സബ്ജക്ട്സ്, സോ നോ ഫ്രണ്ട്സ് അറ്റ് സ്കൂൾ, ഹി കനോട്ട് ഈവൻ പ്ലേ പ്രോപ്പർലി. നമ്മൾ ആ താരേ സമീൻ പെറിലെ കുട്ടിയുടെ സ്റ്റോറിയാണത്. മൂവിയിൽ അമീർ ഖാൻ്റെ മൂവി താരേ സമീൻ പെറിൽ. സോ അവന് ഫ്രണ്ട്സ് ഇല്ല, കാരണം കളിക്കുമ്പോഴും he cannot obey the rules of play. So the friends, they don't like him, pick up quarrel easily. So the child is beaten by teachers. Teacher അടിക്കുന്നു, വീട്ടിൽ നിന്ന് അമ്മ ചീത്ത പറയുന്നു. അപ്പോൾ gradually the child refuses to go to school. School refusal is very common in this type of children. So a child refusing to go to school, one of the causes may be this type of behavior. And സ്കൂളിൽ പോകാൻ മടിയായതുകൊണ്ട് ഹി കംപ്ലൈൻസ് ഓഫ് ഏക്സ് ആൻഡ് പെയിൻസ്, മേലുവേദന, കാലുവേദന. സോ ദാറ്റ് ഇസ് കൺവേർഷൻ സിംറ്റംസ്. ആൻഡ് ഗ്രാജുവലി ഹി ബിക്കംസ് വെരി സാഡ്, വേക്സ് അപ്പ് അറ്റ് നൈറ്റ്, ക്രൈസ്. ഇപ്പോൾ വെറുതെ കരയുന്നു, രാത്രി ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നു, പേടി സ്വപ്നങ്ങൾ കാണുന്നു. അഗെയിൻ ഡെവലപ്പ് ബെഡ് വെറ്റിംഗ്. സോ നേരത്തെ ബെഡ് വെറ്റിംഗ് കൺട്രോൾ ചെയ്ത കുട്ടിക്ക് പിന്നെ ബെഡ് വെറ്റിംഗ് വരുവാണെങ്കിൽ it may be a feature of either organic disorder like UTI or psychological problem, emotional disturbance, has become moody, sad. So gradually ADHD child is developing school refusal, conversion, somatoform disorder എന്ന് പറയും, നിറയെ വേദനകൾ. And the last two lines represent features of depression. So these are all comorbid conditions of ADHD. നേരത്തെ കണ്ട motor tics, school refusal, somatoform disorders, depression, as the child grows up. Now, കുറച്ചുകൂടെ older child, 13-year-old, so he's intelligent, gets above marriage marks. പക്ഷേ പാരൻസ് പറയും അവൻ ഇരുന്ന് വായിച്ചാൽ പിന്നെയും മാർക്ക് കിട്ടുന്ന. ബട്ട് ഹീസ് റെസ്റ്റ്ലെസ്, ഫിഡ്ജറ്റി. ഹൈപ്പർ ആക്ടിവിറ്റി യൂഷ്വലി ഓൾഡർ ചിൽഡ്രൻ പ്രസന്റ് ലൈക്ക് ദിസ്. ദേ ആർ ഫിഡ്ജറ്റി, റെസ്റ്റ്ലെസ്, ഇരുന്ന് നിൽക്കുന്ന ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നു. ഹിസ് ഹാൻഡ്സ് ക്യാൻ നെവർ ബി ക്വയറ്റ്. ആൻഡ് യൂഷ്വലി ദിസ് ചിൽഡ്രൻ ആർ ഇൻട്രസ്റ്റഡ് ഇൻ മെക്കാനിക്കൽ വർക്ക്. ഒരു ടോയ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് അഴിച്ച് റിപ്പയർ ചെയ്യുന്നു. ഡസൻ ഒബേ, ടോക്സ് ബാക്ക്, ഇമോഷണൽ അൺപ്രഡിക്റ്റബിൾ ബിഹേവിയർ. ആൻഡ് റീസെൻ്റ്ലി ഹി സ്റ്റാർട്ടഡ് ടെല്ലിങ് ലൈസ്. കള്ളത്തരം പറയാൻ തുടങ്ങി, പൈസ കാണാതെ എടുക്കാൻ തുടങ്ങി. സോ ദ ലാസ്റ്റ് പാർട്ട് ഈസ് ആക്ച്വലി റെപ്രസെൻറ്റിങ് കോണ്ടാക്ട് ഡിസോർഡർ. നമ്മൾ കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറയുന്ന പ്രോബ്ലം ഈസ് എ കോമോർബിഡ് കണ്ടീഷൻ ഓഫ് ADHD. Contact disorder, there are two types. One is associated with ADHD, which starts early, childhood onset contact disorder എന്ന് പറയും. The other one is adolescent onset contact disorder, where it is not associated with ADHD. Contact disorder എന്ന് പറയുന്നത് telling lies, stealing money, delinquent behavior, doesn't obey rules, truancy പറയും. സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്കൂളിൽ പോകാതെ കറങ്ങി നടന്നിട്ട് 4 മണിക്ക് വീട്ടിലേക്ക് വരും. സോ ദ ടീച്ചർ വിചാരിക്കും സ്കൂൾ വന്നില്ല എന്ന്, പേരൻസ് വിചാരിക്കും സ്കൂളിൽ
പോയിട്ടുണ്ട് എന്ന് വിചാരിക്കും. ആൻഡ് സോ ദാറ്റ് ഈസ് എ കോണ്ടാക്ട് ഡിസോർഡർ. സോ ADHD കുട്ടികളിൽ ഒരു പെർസെൻറ്റേജ് ക്യാൻ ഡെവലപ്പ് ദിസ് കോണ്ടാക്ട് ഡിസോർഡർ സിംറ്റംസ്. ഇറ്റ്സ് എ കോമോർബിഡ് കണ്ടീഷൻ. സോ attention deficit hyperactivity disorder is a neurodevelopmental disorder. Neurodevelopmental disorder എന്ന് പറഞ്ഞാൽ where the developing neuron nervous system is affected. Where the developing nervous system is affected. It can be problem with neuronal migration, neurotransmitter level problems, or structural problems. In ADHD, now it is almost known that the cause of ADHD or hyperactivity, impulsivity, inattention is some problem in norepinephrine neurotransmitter system in the brain. The prevalence is around 10% of child guidance clinic consultations. It's high prevalence. These are the 3 clinical features: hyperactivity, impulsivity, inattention. Inattention presents like these type of features. Fails to give close attention to details. ഇപ്പം നമ്മൾ കുട്ടിയോട് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അത് ഫുൾ അവൻ കേൾക്കാനും ഓർമ്മിക്കാനും പറ്റണമെന്നില്ല. അറ്റൻഷൻ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കുറച്ച് നേരം ഒന്ന് നോക്കുമ്പോഴേക്കും അത് വിട്ടിട്ട് അടുത്ത ഇതിലേക്ക് മാറിപ്പോകുന്നു. doesn't listen when spoken to. നമ്മൾ അങ്ങോട്ട് പറയുമ്പം അത് കുറച്ച് നേരം ശ്രദ്ധിച്ചിട്ട് പിന്നെ ശ്രദ്ധിക്കാതാവുന്നു. ആൻഡ് doesn't follow instructions, difficulty in organizing tasks. നമ്മൾ സാധാരണ ഒരു കുട്ടിയോട് പറയുകയാണ്, നീ ആ പേപ്പർ എടുത്ത് അത് 4ആയിട്ട് മടക്കി ഇങ്ങനെ ചെയ്യുന്ന പറയുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും അവൻ എന്താ പറഞ്ഞെന്നുള്ള കാര്യം ഓർഗനൈസ്ഡ് ടാസ്ക് പറ്റുന്നില്ല. സോ ഓൾ ദീസ് തിങ്സ് വിൽ affect academic functioning. So older children coming with memory problems, we have to rule out ADHD inattention type. So they are easily distracted, forgetful in day-to-day activities. സ്കൂളിൽ സാധനങ്ങൾ വെച്ച് മറന്നു പോകുന്നു. ആൻഡ് അങ്ങനെ വരുമ്പോൾ അവനറിയാം ഒരു കോംപ്ലക്സ് ടാസ്ക് ആണെങ്കിൽ അതവന് പറ്റില്ല എന്ന് പറയുമ്പം ഹി വിൽ ട്രൈ ടു അവോയ്ഡ് ദറ്റ് ടാസ്ക്. So avoid tasks requiring attention. And hyperactivity, the presentation will vary with the age of the child. Older കുട്ടികളാണെങ്കിൽ fidgety behavior, restless. ചെറിയ കുട്ടികളാകുമ്പോൾ ക്ലാസ്സിൽ നിന്ന് they may get up and go out of the class, run about the class. പലപ്പോഴും അമ്മമാർ പറയും അവിടെ ഒരു മോട്ടർ ഓൺ ചെയ്ത പോലെ പറയും, as if driven by a motor. അപ്പോൾ ഒരു എൻജിൻ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ പറ്റില്ല. ഡിഫിക്കൽട്ടി ഇൻ പ്ലേയിങ്, കളിക്കാൻ പറ്റുന്നില്ല. എക്സസീവ് ടോക്ക് ഓൾസോ ക്യാൻ ബി സംടൈംസ് ഇൻ പാർട്ട് ഓഫ് ADHD സിംറ്റംസ്. അത് ചിലപ്പം മേനിയ, ഹൈപ്പോമേനിയ ഒക്കെ ആണെന്ന് മിസ്റ്റേക്ക് ചെയ്യപ്പെടും. ഓഫൻ ബ്ലേഡ്സ് ഔട്ട്സ് ആൻസേഴ്സ്. ക്ലാസ്സിൽ ടീച്ചർ ചോദിക്കുമ്പോഴേക്കും ടേൺ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അവൻ്റെ ടേൺ വരുന്നതിന് മുമ്പ് ചാടി ഉത്തരം പറയും. ആൻഡ് മോസ്റ്റ് ഓഫൺ ഇറ്റ് വിൽ ബി റോങ് ഓൾസോ. നമ്മൾ പറയില്ല, നീ എന്തോ തോക്ക് കയറി വെടി വെക്കുന്നതെന്ന് പറയുന്ന പോലെ. ഇൻറ്ററപ്റ്റ്സ് ഓൺ ഇൻട്രൂഡ്സ് ഓൺ അതേഴ്സ് പറയും. ADHD കുട്ടികൾ വിൽഫുള്ളായിട്ട് മറ്റാൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതല്ല. അത് സൈക്കോസൊക്കെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ, അല്ലെങ്കിൽ എപ്പിലെപ്സി ഒക്കെ ഉള്ളവർ അങ്ങനെ വരാം, അതിൻ്റെ പാർട്ടായിട്ട് വരാം. ADHD കുറിച്ച് യൂഷ്വലി ഇത് ഇൻറ്ററപ്റ്റ്, അവർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം മറ്റേ കുട്ടി എന്തെങ്കിലും ചെയ്യുമ്പം ദിസ് ചൈൽഡ് വിൽ ബി ഗോയിങ് ആൻഡ് ഇൻറ്ററപ്റ്റിംഗ് ദ ആക്ടിവിറ്റി ഓഫ് ദി അതർ ചൈൽഡ്, ആൻഡ് ദ അതർ ചൈൽഡ് വിൽ പിക്കപ്പ് ക്വാറൽ, ആൻഡ് ദെൻ അങ്ങനെ അടിപിടിയാവും. സോ ദാറ്റ് ഇസ് ദ യൂഷ്വൽ. So diagnostic criteria, DSM-5 diagnostic criteria is what we follow for ADHD now. It should be present in 2 situations. For example, at school, at home, അല്ലെങ്കിൽ at school, at play area, അല്ലെങ്കിൽ home and play area, so whatever it is. But 2 situations എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നോർമൽ overactivity should not be mistaken for
ADHD. അതുകൊണ്ടാണ് നമ്മൾ 2 സിറ്റുവേഷൻസിൽ പ്രസന്റ് ആവണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി the symptoms should start before the age of 12 years. And it should be present more than 6 months. Suppose the child develops some CNS problems, meningitis or some other disorders, usually 6 months വരെ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ആഫ്റ്റർ 6 months മാത്രമേ നമ്മൾ ADHD ഡയഗ്നോസ് ചെയ്യാൻ പാടുള്ളൂ. And should cause functional impairment. So that is a very important point. In almost all psychiatric problems, causing functional impairment is a criteria for diagnosis, because many behavior can be normal, considered taken as normal, if it is not causing any functional impairment. So it is affecting academic functions, or it is affecting family functions, or it is causing problem with the classmates. Then only we can make a diagnosis of ADHD. There are 3 subtypes. First type is where both hyperactive, the child is hyperactive and impulsive. Then the other one is predominantly inattentive. So only predominantly hyperactive symptoms may also be there and can be combined. A predominantly inattentive type of ADHD usually present in hyperactivity type usually present in preschool or primary school years, where hyperactive behavior, aggressive behavior, impulsive behavior, and behavior problems will be the common presenting complaints. Whereas ADHD inattention type usually present in middle school or high school years, older children, usually present with academic problems, ഡിസോർഗനൈസ്ഡ് ബിഹേവിയർ, എല്ലാം ഒന്നും ഒരു അവിടെ ഇട്ടു ഇവിടെ ഇട്ടു മറന്നുപോയി അങ്ങനെ വരുന്നത്. ആൻഡ് മെമ്മറി പ്രോബ്ലംസ്, ഇന്നബിലിറ്റി ടു ഫോക്കസ്, ഒരു ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. സ്കൂളിലാണെങ്കിൽ ദേ ഓഫൺ ലോസ്റ്റ് ഇൻ സ്പേസ്, അവൻ വേറെ ഏതോ ലോകത്ത് ഉള്ള പോലെയാണ്, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നത്. ആൻഡ് ലേബൽഡ് എസ് ലേസി. ഈ ഓഫൺ ലോസ്റ്റ് ഇൻ സ്പേസ് എന്നുള്ളത് നമ്മൾ ഈ ഓട്ടിസം കുട്ടികളിൽ അങ്ങനെ പറയും, ദേ ആർ നോട്ട് ഇൻ ടച്ച് വിത്ത് സറൗണ്ടിങ്സ്. ഈ ഓഫൺ ലോസ്റ്റ് ഇൻ സ്പേസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ ടീച്ചർ പറയുന്നത് അവൻ ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, ക്ലാസ്സിലല്ലാത്ത പോലെയാണെന്ന് തോന്നുന്നു പറയും. ഓട്ടിസം കുട്ടികളിൽ ദേ ആർ നോട്ട് അവെയർ ഓഫ് ദ സറൗണ്ടിങ്സ് പറയും. കോമോർബിഡ് കണ്ടീഷൻസ്, എ സിഗ്നിഫിക്കൻറ്റ് പെർസെൻറ്റേജ് ഓഫ് ദം ഗോട്ട് ലേണിംഗ് ഡിസോർഡേഴ്സ്. So next class we will be talking about learning disorders or learning problems. And നേരത്തെ ഞാൻ പറഞ്ഞ കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറയുന്ന പ്രോബ്ലം around 20%. Motor tics and sometimes vocal tics also. Vocal tics means involuntary, just like motor activity, involuntary make sound involuntary. Can develop depression. And anxiety disorder is a common comorbidity. PDD was an odd term for autism. So 7% of them got features of hyperactivity plus features of autism spectrum disorder. 10% got seizures. This is our CGC data. Now, usually we make the diagnosis of ADHD based on parent report, teacher report, because you have to get the information of the child's behavior in 2 situations, at home, at school. And you observe how the child behave in your clinic or in your consulting room. And there are rating scales are available. Corners rating scale is a very commonly used rating scale for ADHD symptom rating. There are different types of corner rating scale, like corner teacher rating scale, corner parent rating scale, and corner's abbreviated rating scale is a 10-item scale, which is very easy to rate. So what they do in these scales is they ask some questions about hyperactivity. നിങ്ങളുടെ കുട്ടി ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ഉണ്ട്, വളരെ കുറച്ചാണോ കൂടുതലാണോ, and you rate it. The score is more than
cutoff point, you make a diagnosis of ADHD. So it is not rating scales can be used to rate symptoms. Suppose a child coming to ADHD, you have started treatment with drug therapy or pharmacotherapy, and you want to monitor whether the symptoms are improving or not. In such situations, you can use these rating scales. Suppose now the score is 30, and after our intervention, the score has become 20. That means the child is improving. Now, Inclin diagnostic tool is an Indian tool for diagnosing ADHD. It is applicable standardized for Indian children. Corner rating skills are not applicable for Indian children. Not standardized for Indian children for scientific studies. For a clinical purpose, it can be used. Now, another question is intelligence and ADHD. So usually, when you talk about comorbid disorders, intellectual disability is not a criteria for diagnosis of ADHD. So the child with ADHD, just like previous class I was mentioning about autism, this child can have normal intelligence, this child can have above normal intelligence or below normal intelligence. So these are all diagnoses based on phenomenology, symptom profile based ചെയ്തിട്ടാണ് diagnosis, not based on etiology or CNS structural or CNS defect. So that is why intellectual disability can be part of, it is not a part of the symptom profile. So child can have normal intelligence, child can have intellectual disability, or can have above normal intelligence. And another thing is a significant percentage of children with ADHD has language problem, usually manifested at the age of 1.5 or 2 years. Now what I advise usually is any child coming with a delayed language. Delayed milestones are all important. Motor milestones are also important. But specifically, we see lot of children with specific language delay or specific language impairment, where motor milestones are normal, and when you talk to the child, age-appropriate intelligence may be there, but language development is delayed. So a child with language delay, usually what we say is there is a continuum. The child learns to understand language, then the child learns to speak language, then writing, then so the higher functions goes on like that. So it is a continuum. So it's in my own experience, my old PG thesis was ADHD. So around 20% of children with language delay, there is a chance of developing ADHD. So child with the language delay, it's always better to follow up the child up to the age of school entry. So child can develop learning disorder or these type of behavioral problems. യൂഷ്വലി നമ്മളൊരു പറയും, ഇപ്പോൾ 2 വയസ്സായി കുട്ടി സംസാരിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയും അവൻ്റെ അച്ഛനും സംസാരിക്കാൻ ഡിലേ ആണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ റീഅഷ്വർ ചെയ്യും. അപ്പം എപ്പോഴും നമ്മൾ പറയും യു ക്യാൻ റീഅഷ്വർ ദ പേരൻസ്, ബട്ട് അറ്റ് ദ സെയിം ടൈം യു ഷുഡ് ആസ്ക് ദം ടു സീ എ expert, see whether there is any associated problems, and this child should be followed up for other neurodevelopmental disorders like ADHD or ASD. Now coming to treatment of ADHD, we have drug therapy or and behavior therapy. Drug therapy for ADHD include stimulant drugs. I'm not going to the details of that. We have 2 types of drugs: stimulant drugs, non-stimulant drugs. Stimulant drugs include methylphenidate,
and other combinations of methylphenidate. So that is first line of treatment, drug treatment for ADHD. You start at a small dose, gradually increase, still symptomatic improvement occur, up to 60 milligram per day can be given. And the other alternative, the second line treatment is non-stimulant drugs like atomoxetine. So here again you start with a small dose and gradually increase till appropriate expected effect is obtained. The other drugs that can be used for clonidine will help to control hyperactivity. Atomoxetine, methylphenidate, these drugs can be given only above 6 years of age. So below 6 years, what I do is usually we don't give drugs. If at all drugs is required, clonidine will help. And sometimes small dose of risperidone if the behavior cannot be controlled or behavior is unmanageable. And that is the treatment of ADHD symptoms. Then other drugs like antidepressants may require when the child is having contact depressive symptoms, or treatment of seizures like anticonvulsants may be required depending upon the presence of comorbid conditions. So coming to non-pharmacological treatment, the first the important thing is you advise the parents regarding attention improving tasks. For example, the basic principle behind this is that the brain, the neurons form connections depending upon what type of stimulations reaches the brain. So if your child is involved in tasks which require attention, നമ്മൾ സാധാരണ പറയുമ്പോൾ മുത്തുമാല മൊത്തിങ്ങനെ കോർക്കുന്നു, അല്ലെങ്കിൽ ഒരു നേരോ ബോട്ടിലുള്ള പാത്രത്തിലേക്ക് പുറത്താവാതെ വെള്ളം ഒരു പാത്രത്തിൽ നിന്ന് മറ്റേ പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴുക്കുന്നു, അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്കുകൾ മേതെ ഇങ്ങനെ വെക്കുന്നു, അല്ലെങ്കിൽ ഇതുപോലുള്ള കളികൾ കുത്തിങ്ങനെ ചേർത്ത് രൂപങ്ങൾ ഉണ്ടാക്കുന്നത്, വഴി കണ്ടുപിടിക്കുക പോലത്തെ എക്സസൈസുകൾ. സോ ടാസ്ക് വിച്ച് റിക്വയർ യുവർ കോൺസെൻട്രേഷൻ, അറ്റൻഷൻ. So what we advise is every day 1 hour you make the child sit and do this type of exercises. 1 hour തുടർച്ചയായിട്ട് കുട്ടി ഇരിക്കില്ല. അപ്പം gradually you increase attention span. So ഒരു ദിവസം കുട്ടി child may be sitting for 5 minutes or 10 minutes. Next day or after 1 week the child will be able to sit for little more time. So gradually you can improve the attention span. So your neuronal connections will be tuned to improve attention. And it's always, even ADHD ഒന്നും ഇല്ലാത്ത കുട്ടികൾക്കും ഇതുപോലുള്ള എക്സസൈസുകൾ ഹെൽപ്പ് ചെയ്യും, ഏജ് അപ്രോപ്രിയേറ്റ്. ചെറിയ കുട്ടികളെ പറയാം, പ്രീ പ്രൈമറി കുട്ടികൾ, പ്രൈമറി സ്കൂൾ കുട്ടികളിൽ. ഓൾഡർ കുട്ടികളാകുമ്പോഴേക്കും അത് ഇഫക്റ്റീവ് ആവില്ല. ആൻഡ് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഫിക്സ് എ ടൈം ഫോർ ദ സ്റ്റഡി ആൻഡ് ഫിക്സ് എ പ്ലേസ് ഫോർ ദ സ്റ്റഡി. റെസ്റ്റ്ലെസ് ആവുന്ന കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ അറ്റൻഷൻ ഈസിലി ഡിസ്ട്രാക്റ്റബിൾ കുട്ടിയാണെങ്കിൽ, നമ്മളെ വീട്ടിൽ അധികം ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം കുട്ടിയുടെ പഠിത്തത്തിനായിട്ട് മാറ്റി വെക്കുക. അതുപോലെ എന്നും ഒരേ സ്ഥലത്ത് ഇരുന്നിട്ട് ഒരേ സമയത്ത് പഠിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ്, നമ്മളത് ശീലമാവും, നമ്മളതിന് ട്യൂൺഡ് ആവും. അപ്പം അത് കുറെ കൂടെ അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യാനും മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. So it is useful even any child, even without ADHD ഒന്നും ഇല്ലാത്ത കുട്ടികളിലും this will be helpful. And attention enhancing exercises, അത് ടൈം കൂട്ടി വരുന്നത്. ഹോം ബേസ്ഡ് ഇൻ്റർവെൻഷൻസ് ആണ് ഒരു ഇത് പറയുന്നത്. ADHD പോലുള്ളൊരു പ്രോബ്ലം, അത് വെദർ ഇറ്റ് ഈസ് ADHD or autism spectrum disorder, so it's always better or useful to involve the whole family. ഇപ്പം ഈ കുട്ടിക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്, അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് കുറക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഫാമിലിയിൽ ഉണ്ടാക്കണം. സോ ഇറ്റ് ഇസ്
useful if all family members are involved. And also teachers, school-based interventions will help a lot. What we usually do is you write a letter to the teacher to describe what are the problems of the child at school, and based on the feedback from the teacher, you give directions to the teacher, like you make the child sit in the front bench, you be strict at the same time caring, and give more time for the child to complete his tasks. Do not compare with other children. These are very important things. Improving self-esteem and self-control. ഇപ്പോൾ ADHD ഉള്ള കുട്ടികളിൽ എപ്പോഴും ഉണ്ടാവുന്നത് അവർക്ക് തന്നെ കുറെ കഴിയുമ്പോൾ തോന്നും ഞാൻ തീരെ പോരാ, മോശക്കാരനാണെന്നുള്ള തോന്നൽ വരും. സോ ദ ചൈൽഡ് ഫീൽ ദറ്റ് ഐ എം നോട്ട് ബാഡ് ഓർ ഐ ക്യാൻ കൺട്രോൾ മൈ ബിഹേവിയർ. അപ്പോൾ സെൽഫ് കൺട്രോൾ ഓൾഡർ ആവുന്നതനുസരിച്ച് സെൽഫ് കൺട്രോൾ ഡെവലപ്പ് ചെയ്യാം. സെൽഫ് എസ്റ്റീം, അതുകൊണ്ട് ഡെറിഗേറ്ററി കമൻസ് ഒഴിവാക്കുന്നത്, കമ്പയർ ചെയ്തിട്ട് യു ആർ ലൈക്ക് ദിസ്, ദ അതർ ചൈൽഡ് ഇസ് മച്ച് ബെറ്റർ, സോ ദാറ്റ് കമൻസ് ഒഴിവാക്കുന്നത്, ആൻഡ് പ്രൊമോട്ട് പോസിറ്റീവ് ക്വാളിറ്റീസ്. സോ വാട്ട് എവർ ദ ചൈൽഡ് ഹാസ് ഗുഡ് തിങ് യു എൻകറേജ് ഇറ്റ്, യു അപ്രൂവ്. ഇപ്പോൾ നിങ്ങൾ ആ താരേ സമീൻ പർ സിനിമ കണ്ടില്ലേ, അതിൽ ADHD പോലുള്ള ഫീച്ചേഴ്സ് ഉള്ള കുട്ടിക്ക് അവന് പെയിൻറ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ചിത്രം വരയ്ക്കാനുള്ള കപ്പാസിറ്റി എൻകറേജ് ചെയ്തപ്പോഴേക്കും child is lot of improvement, because child becomes confident that എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കോൺഫിഡൻസ് വരും. സോ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുമ്പം ദാറ്റ് വിൽ ഇംപ്രൂവ് ദ ഓവറോൾ ഫങ്ഷനിങ് ഓഫ് ദ ചൈൽഡ്. ദറ്റ് ഈസ് വൈ ഞാൻ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞപ്പം ASD ഓട്ടിസം ഉള്ള കുട്ടി ഇപ്പം പാട്ട് പാടുന്നു, കവിത എഴുതുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് ഒരു കാര്യം ചെയ്യുമ്പം you appreciate, you encourage. So what happens is the child feel confident that I can do this. ഞാൻ അങ്ങനെ മോശക്കാരനല്ല എന്ന് തോന്നൽ വരുന്നു. And that will help a lot in improving the overall functioning of the child. അത് ADHD അല്ല, വേറെ ഏത് ഈവൻ നോർമൽ കുട്ടികൾക്ക് തന്നെ that is very important. And group interventions will help. ഒരു പലപ്പോഴും ADHD കുട്ടികളുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് they don't know how to interact, how to behave in a group setting. അപ്പോൾ സോഷ്യൽ സ്കിൽസ് ഇല്ല എന്ന് പറയും. ഒരു ഗ്രൂപ്പിൽ എങ്ങനെ ഇടപഴകണം എന്നുള്ള സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ്ങുകൾ ദാറ്റ് വിൽ ഹെൽപ്പ് എ ലോട്ട്. ആൻഡ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത് paying attention. These are the basic principles of behavior therapy. So what they do in behavior therapy is, the basic principle is all behaviors which you give attention will improve, will be present, will be active. നമ്മൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയും. നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നത്, ശ്രദ്ധ കൊടുക്കുന്നത്, എൻകറേജ് ചെയ്യുന്ന എല്ലാ ബിഹേവിയറും കൂടുതൽ ആക്റ്റീവ് ആവും. അതേസമയം നമ്മൾ എൻകറേജ് ചെയ്യാത്ത ബിഹേവിയറൊക്കെ ഇറ്റ് ബിക്കംസ് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകുന്നത്. ഇപ്പം രണ്ട് ഇത് പറയും, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ന്യൂട്രൽ സ്റ്റിമുലി, നമ്മൾ പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല. അപ്പം നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് നമ്മൾ വികൃതി കാണിച്ചാൽ അടി കൊടുക്കുന്നത്. ഇപ്പം നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് വിൽ ഓൾസോ റെഡ്യൂസ് ബിഹേവിയർ. പക്ഷേ now the agreement is that punishments are not going to help. ആ സമയത്ത് അവനത് ചെയ്യുന്നില്ല എന്ന് വരും. പക്ഷേ നെക്സ്റ്റ് ടൈം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ആ ബിഹേവിയർ പ്രോബ്ലം വരാനുള്ള സാധ്യത കൂടുതലാണ് പറയും. ആൻഡ് ഓവറോൾ ഡെവലപ്മെന്റിന് ദാറ്റ് വിൽ ഹാം ചെയ്യുന്നതാണ് പൊതുവെയുള്ള അഭിപ്രായം. വേറെസ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, സോ നൗ വാട്ട് ദി അഡ്വൈസ് ഈസ് ന്യൂട്രൽ സ്റ്റിമുലി. സപ്പോസ് ദ ചൈൽഡ് ഈസ് ഡൂയിങ് സം പ്രോബ്ലം ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. സോ യു പേ അറ്റൻഷൻ വെൻ എവർ ദ ചൈൽഡ് ഡസ് എനിത്തിങ് ഗുഡ്. നന്നായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അപ്പോൾ നന്നായി എന്ന് പറയുന്നു, അംഗീകാരം കൊടുക്കുന്നു. യു ഇഗ്നോർ ദ ബാഡ് ബിഹേവിയർ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നോക്കുന്നു. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ മേശപ്പുറത്ത്
ഒരു കുട്ടി നമ്മുടെ OP-യിൽ വരുന്നു. അപ്പോൾ മേശപ്പുറത്ത് പെന്നുണ്ട്, പേപ്പറുണ്ട്, സ്റ്റെത്തുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പെന്നെടുക്കുമ്പം ഓക്കെ വരച്ചോട്ടെ, എടുത്തോട്ടെ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പേപ്പർ എടുത്തപ്പോൾ എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പം യൂഷ്വലി എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾക്ക് ഇഷ്ടം, ഇപ്പോൾ കണ്ണട മേശപ്പുറത്ത് വെച്ചിട്ട് അത് എടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എടുക്കണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും ചൈൽഡ് ഡെവലപ്പ് ചെയ്യപ്പെട്ട ടാൻട്രംസ്. അവൻ നിലത്ത് വീണു, ഉരുണ്ടു, കരഞ്ഞു, ബഹളാക്കി. അപ്പോൾ ബഹളാക്കുമ്പം യൂഷ്വലി സപ്പോസ് ഗ്രാൻഡ് മദർ പറയാണ്, എന്തിനാണ് കുട്ടിയെ കരയിക്കുന്നത്, കൊടുത്തൂടെ എന്ന് പറയുന്നു. അപ്പോൾ അമ്മ അത് കൊടുക്കുന്നു. അത് നമ്മൾ ABC അനാലിസിസ് എന്ന് പറയുന്നതാണ്. ആൻറ്റിസിഡൻറ്റ് കുട്ടി അത് വേണമെന്ന് പറയുന്നു, അമ്മ അത് വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ ഗ്രാൻഡ് മദർ അല്ല, അവൻ നേരത്തെ വീണുരുണ്ടു, കരഞ്ഞു, ബഹളാക്കി. അത് ടെമ്പർ ടാൻട്രംസ് വരുന്നു. അപ്പോൾ ടെമ്പർ ടാൻട്രംസ് വന്നപ്പോൾ ഗ്രാൻഡ് മദർ പറഞ്ഞു, എന്തിനാ കുട്ടിയെ കരയിപ്പിക്കുന്നത്, അത് കൊടുത്തൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് കൊടുക്കുന്നു. സോ ദ ചൈൽഡ് ലേൺ ദറ്റ് ഇഫ് ഐ ഡു ലൈക്ക് ദിസ് ഐ വിൽ ഗെറ്റ് ദിസ്, മൈ ഡിമാൻഡ് വിൽ ബി സാറ്റിസ്ഫൈഡ്. അപ്പോൾ അതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ കരഞ്ഞു ബഹളാക്കിയാൽ അത് കിട്ടി എന്നുള്ള തോന്നലായി. അപ്പോൾ അത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ പിന്നെയും അത് കരയാനുള്ള, ഇറ്റ്സ് വെരി കോമൺ. അങ്ങനെ കുട്ടികളിൽ കുറേ ബിഹേവിയേഴ്സ് അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് പറയുന്നത്. അപ്പം നമ്മൾ പറയും ലിമിറ്റ് സെറ്റിംഗ് പറയുന്നത്, അപ് ടു എ ലിമിറ്റ് നമ്മൾ കുട്ടിയുടെ വാശി വികൃതിയൊക്കെ അംഗീകരിച്ചു കൊടുക്കുക. ബിക്കോസ് എവറി ചൈൽഡ് ഇസ് ഹിസ് ഓൺ ടെമ്പറമെൻറ്റ് പറയും. ടെമ്പറമെൻ്റ് എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി എന്ന് അഡൽട്ടിൽ പറയുന്നതിന് കുട്ടികളിൽ നമ്മൾ ടെമ്പറമെൻ്റ് എന്ന് പറയും. അപ്പോൾ ഓരോ കുട്ടിയുടെയും ടെമ്പറമെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ചില ഹൈപ്പർ ആക്റ്റീവ് ടെമ്പറമെൻ്റ് ഉണ്ടാവും, കുറേ ആങ്ഷ്യസ് ടെമ്പറമെൻ്റ് ഉള്ള കുട്ടികളുണ്ടാവും, കുറച്ചൊരു ഇൻട്രോവേർട്ട്, വിഡ്രോൺ, അങ്ങനത്തെ ടെമ്പറമെൻ്റ് ഉള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവൻ്റെ ഒരു പേഴ്സണാലിറ്റി ടെമ്പറമെൻറ്റ് ആണെന്നുള്ള നിലക്ക് അപ് ടു എ ലിമിറ്റ് നമ്മൾ ബിഹേവിയർ അനുവദിച്ചു കൊടുക്കുന്നു. സോ ലിമിറ്റ് സെറ്റിംഗ് എന്ന് പറയുന്നതാണ്. അത് ADHD കുട്ടികളിലല്ല, ഈവൻ നോർമൽ പ്രോബ്ലം ഒന്നും ഇല്ലാത്ത കുട്ടികളിൽ തന്നെ ദിസ് ഈസ് സംതിങ് വിച്ച് വി ഓൾ ഷുഡ് എൻഫോഴ്സ്. അപ് ടു എ ലിമിറ്റ് നമ്മൾ കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്നു, അംഗീകാരം കൊടുക്കുന്നു. പക്ഷെ ബിയോണ്ട് എ ലിമിറ്റ് നമ്മൾ അത് അനുവദിക്കില്ല എന്നുള്ളൊരു തോന്നൽ പറയും. അപ്പോൾ കുട്ടി ഒരു കാര്യം വേണമെന്ന് പറഞ്ഞു, അപ്പോൾ നമ്മൾ പേപ്പർ എടുത്താൽ ഓക്കെ കുഴപ്പമില്ല, പെന്നെടുത്ത് ഓക്കെ കുഴപ്പമില്ല. പക്ഷെ കണ്ണട എടുത്താൽ പൊട്ടിപ്പോവും, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊട്ടിപ്പോവും. നമ്മളത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ടാന്ന് പറയുന്നത് ഈ ലിമിറ്റ് ആയിരിക്കണം. അപ്പോൾ ഈ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൻ നിലത്തുകൊണ്ടിരുന്നത് യു ഇഗ്നോർ ദ ബിഹേവിയർ പറയും. സോ യു ഇഗ്നോർ ദ ബിഹേവിയർ ബട്ട് ഡു നോട്ട് ഇഗ്നോർ ദ ചൈൽഡ് എന്ന് പറയും. കുട്ടിയല്ല ഇഗ്നോർ ചെയ്യുന്നത്, ബിഹേവിയറിന് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. അപ്പോൾ യു ടോക്ക് സംതിങ് എൽസ് ടു ദ ചൈൽഡ്, റീഡയറക്ട് ഹിസ് അറ്റൻഷൻ, വേറെന്തെങ്കിലും സംസാരിക്കുന്നു. പക്ഷെ അവൻ ഈ കരഞ്ഞതുകൊണ്ട് അവൻ വിചാരിച്ച കാര്യം സാധിക്കും എന്നുള്ള തോന്നൽ മാറുന്നു. സോ ദാറ്റ് വിൽ ഹെൽപ്പ്. അപ്പം ഗ്രാജുവലി ദ ചൈൽഡ് വിൽ ലേൺ ദറ്റ് ദീസ് ടൈപ്പ് ഓഫ് ടെമ്പർ ടാൻട്രംസ് ഓർ behavior is not going to help. So paying attention to the child whenever the child does something good and whenever the child does something bad, you ignore the behavior but do not ignore the child. Limit setting. And യൂഷ്വലി പറയും അടിക്കുന്നത് കൊണ്ട് കുട്ടികൾ നന്നാവില്ല എന്ന് പറയും. ഇപ്പം ചിലവർ പറയും, ഞാൻ ഒരു ക്ലാസ് പോയപ്പോൾ പറഞ്ഞു അവന് കളി കണ്ടാൽ അടിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ ആ പണിഷ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ളതാണ് സാധാരണ പറയുക. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ടൈം ഔട്ട് എന്ന് പറയും. ടൈം ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ കുട്ടിയെ ഈ അവന് പ്ലഷറബിൾ ആയിട്ടുള്ള, അവൻ എൻജോയ് ചെയ്യുന്ന ഒരു സറൗണ്ടിങ്ങിൽ നിന്ന് കുറച്ച് സമയത്തേക്ക് മാറ്റിയിരുത്തുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ടൈം ഔട്ട്. ഫ്രം ദ മെയിൻ സ്ട്രീം ആക്ടിവിറ്റിയിൽ നിന്ന് മാറ്റിയിരുത്തുന്നത്. നമ്മൾ പണ്ട് സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുക കുട്ടികളെന്ന് പറയുന്നത് ഈ ടൈം ഔട്ടിൻ്റെ ഒരു പ്രാകൃത രൂപമാണ്. പുറത്താക്കുമ്പോൾ എന്താവും? സോ ഇറ്റ് മോർ ഹ്യൂമിലിയേറ്റിംഗ്. എല്ലാവരും കാണുന്നു, ഇവരെന്തോ പ്രശ്നമാണെന്ന് അറിയുന്നു. അങ്ങനെ ആവരുത്. ടൈം ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലാണെങ്കിൽ കുട്ടികളോടും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഈ ഒരു ലിമിറ്റ് കൂടുതൽ വികൃതി വാശിയാവുമ്പം നമ്മൾ പണിഷ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ അപ്പോൾ നമ്മളെ കുട്ടി അവിടത്തേക്ക് മാറിയിരുന്നു, ഡള്ളായ ഒരു മൂല, കളി സാധനങ്ങളൊന്നും ഇല്ലാത്ത ഒരു മൂല. അപ്പം അവിടെ ഇരുത്തുന്നു എന്നുള്ളത് പണിഷ്മെൻ്റായിട്ട് കുട്ടികൾക്ക് തോന്നും.
അപ്പോൾ അവിടെ ഇരുത്താനായി ഇരിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത് ഒരു കുറെ കഴിയുമ്പോഴേക്ക് ഇൻവോളണ്ടറി അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു തോന്നൽ അങ്ങനെ ഉണ്ടാവും എന്ന് പറയും. അതുപോലെ ഈ കമ്പയർ ചെയ്യുന്നത് എവറി ചൈൽഡ് ഇസ് ഡിഫറെൻ്റ്. ഓരോ കുട്ടിയുടെ ആക്ടിവിറ്റി ലെവലും ദ വേ ദ ചൈൽഡ് റിയാക്ട്സ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം see the child as a unique separate individual and avoid comparing. Behavior chart and discrete use of rewards will help to improve behavior. Behavior chart എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും നല്ലൊരു ബിഹേവിയർ അതാണ്, അതിന് ഈ ലിമിറ്റ് സെറ്റിംഗ് ഉണ്ട്. ബിയോണ്ട് എ ലിമിറ്റ് കുട്ടി ഒരു പ്രോബ്ലം ബിഹേവിയർ കാണിക്കുകയാണെങ്കിൽ ഈ പുട്ട് മൈനസ് മാർക്ക് ഇൻ എ ഡയറി. If the child does anything good, ആരെങ്കിലും വീട്ടിൽ വന്ന് വളരെ നന്നായിട്ട് പെരുമാറി, then you put a star. So you weekly and you count the number of stars, number of minus mark. So Monday 2 സ്റ്റാറും 1 മൈനസും. ചെറിയ ചെറിയ കാര്യത്തിലുള്ള എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു ബിഹേവിയർ പ്രോബ്ലം ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. അങ്ങനെ വരുമ്പോൾ യു പുട്ട് ദിസ് മൈനസ് ആൻഡ് സ്റ്റാർ. സോ ആൻഡ് ഇപ്പോൾ മൺഡേ 2 സ്റ്റാറും 1 മൈനസും, ട്യൂസ്ഡേ 3 സ്റ്റാറും 2 മൈനസും. ആൻഡ് യു കൗണ്ട്. സൺഡേ സ്റ്റാർ കൂടുതലാണെങ്കിൽ സം അഡ്വാൻറ്റേജ്, അവനൊരു എന്തെങ്കിലും നമ്മൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, ബീച്ചിൽ പോകാമെന്ന് പറയുന്നു, ഏതെങ്കിലും ഒരു ചെറിയൊരു റിവാർഡ് കൊടുക്കുന്നു. സോ അങ്ങനെ കഴിയുമ്പം അൺകോൺഷ്യസ് ആയിട്ട് ഈ കുട്ടിയുടെ മനസ്സിൽ ഈ സ്റ്റാർ കിട്ടണം എന്നുള്ളൊരു തോന്നൽ വരും. ആൻഡ് ഗ്രാജുവലി ദ ബിഹേവിയർ വിൽ ഇംപ്രൂവ്. സോ അലോങ് വിത്ത് ദിസ് യു അഡ്വൈസ് റിഗാർഡിങ് ഡയറ്ററി മാനേജ്മെൻറ്റ്. ഡയറ്ററി മാനേജ്മെൻറ്റ് മീൻസ് ഇന്ന് ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളതല്ല. യൂഷ്വലി പറയും ജങ്ക് ഫുഡ്സ്, പ്രിസർവേറ്റീവ്സ് ഉള്ള ഭക്ഷണങ്ങൾ, അതൊക്കെ ചില പ്രത്യേക ഇപ്പോൾ കൊക്കക്കോള പോലുള്ള ഡ്രിങ്ക്സ് ചിലപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാക്കിയെന്ന് വരും. സോ ടു അവോയ്ഡ് ദ ടൈപ്പ് ഓഫ് ഫുഡ്, ജങ്ക് ഫുഡ്സ്, ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണം, omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ള ഭക്ഷണം, that will help to improve brain functioning. So that is one thing. So dietary management. And similarly, iron deficiency, zinc deficiency, all this can cause hyperactivity, inattention and all. So correct micronutrient deficiency, dietary management is very important. Similarly, the child should get adequate sleep, minimum 8 to 9 hours sleep, adequate rest, and digital media. Lot of studies are there where visual media can lead to overexposure to digital media can lead to attention problem. These are not proven things, but attention problems and concentration problems are common with increased screen time. So regulate screen time, regulate sleep, dietary management, and this type of behavior management, and you combine with the pharmacotherapy if it is needed. Pharmacotherapy, the principle is the drugs act on norepinephrine system. Only thing is this drugs will control behavior. It is not not curative. So that is the management of ADHD. Attention deficit disorder is Fidgety Phil is a very old poem where the poet describes the behavior of a ADHD child. So that is so with this I conclude, and if you have any questions, comments, we can have a 10-15 minute discussion. Thank you, sir. Any question answer session time ആണ്. Excuse me ma'am, ഒരു സംശയം ചോദിച്ചോട്ടെ കൃഷ്ണകുമാർ സാറിനോട്? ചോദിക്കാം, ഒരു മിനിറ്റ് സാറ് തിരിച്ചോട്ടെ.
സാർ ഒരാള് സംശയം ചോദിക്കുന്നുണ്ടായിരുന്നേ, ചോദിച്ചോളൂ. ഹലോ സർ. ഹലോ, കേൾക്കാം. ഹലോ സർ, ഓഡിബിൾ ആണല്ലോ അല്ലെ? ഓഡിബിൾ ആണ്, കേൾക്കാം. സർ, ഈ ഹോം തെറാപ്പീസ് പറഞ്ഞല്ലോ അറ്റൻഷൻ എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ അതില് സാറ് പറഞ്ഞു ബീഡിങ് പറഞ്ഞു, പിന്നെ ബോട്ടിലേക്ക് വെള്ളം ഒഴിക്കാൻ അത് ശ്രദ്ധിക്കാനൊക്കെ പറഞ്ഞു. അപ്പൊ അത് നമ്മള് കുറച്ചും വേറെ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ സാർ? ഇപ്പം എന്റെ മോന് ഉണ്ട്, അറ്റൻഷൻ പ്രോബ്ലം ഉണ്ട്, അറ്റൻഷൻ റെഗുലേഷൻ ഒരു പ്രോബ്ലം ആണ്. അപ്പോ ഇത് സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ഫിക്സഡ് സ്റ്റഡി ടൈം, ഫിക്സഡ് ടേബിൾ, ഇതൊക്കെ സ്പേസ്, ഇതൊക്കെ ഫിക്സ് ചെയ്തു. എങ്കിലും ആ ഒരു അറ്റൻഷൻ റെഗുലേറ്റ് ചെയ്ത് നിർത്താൻ ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ പറ്റില്ല. 2 സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ 3ാമത്തെ സെന്റൻസ് എഴുതുമ്പോ എങ്ങനെയെങ്കിലും തീർത്തിട്ട് പോകണം എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ അത് വേറെ ഇനി എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമോ? അല്ല, ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒരു ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ ഇൻഡിവിജ്വൽ ലെവലില് അത് നമ്മളിപ്പോൾ ഓരോ കുട്ടിയുടെ താല്പര്യവും ആ കുട്ടിയുടെ കപ്പാസിറ്റിയും അതൊക്കെ നോക്കിയിട്ട് മോഡിഫിക്കേഷൻസ് ആവശ്യമായിട്ട് വരും. അത് സാധാരണഗതിയിൽ ഈ ക്ലിനിക്കൽ സൈക്കോളജി ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് ഈ ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന കാര്യം. അത് പലപ്പോഴും അതിൻ്റെ എത്ര ഏജ് അനുസരിച്ചിരിക്കും. ഇപ്പം ഓൾഡർ ചൈൽഡ് ആണെങ്കിൽ മിക്കപ്പോഴും ഡ്രഗ്സ് ഓൾസോ വിൽ ഹെൽപ്പ് വിത്ത് കമ്പൈനിങ് ദിസ് ടൈപ്പ് ഓഫ് എക്സസൈസസ്. അത് നമുക്ക് ഈ വെള്ളം ഒഴിക്കാന്ന് ഞാൻ പറഞ്ഞത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അത് ഒരേപോലെ എല്ലാ ദിവസവും വൈകുന്നേരം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുട്ടികളത് സമ്മതിക്കില്ലല്ലോ. അതെ അതെ, ഡിഫറെന്റ് ആയിട്ട്. അതായിരുന്നു എന്റെ സംശയം. വേറെ കുറച്ച് എന്തെങ്കിലും ആക്ടിവിറ്റീസും കൂടി സാർ സജസ്റ്റ് ചെയ്യാനുണ്ടോ? വേറെ എന്തെങ്കിലും മീൻസ് അറ്റൻഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് പറ്റിയ എന്തെങ്കിലും സാറിന് സജസ്റ്റ് ചെയ്യാനുണ്ടോ വീട്ടിൽ ചെയ്യാൻ പറ്റിയത്? അത് ഞാൻ പറഞ്ഞ ഓരോ കുട്ടിയുടെ ഏജ് അനുസരിച്ചിട്ട്, പഠിക്കുന്ന ക്ലാസ് അനുസരിച്ചിട്ടൊക്കെ വേണ്ടി. നമ്മളിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഗൂഗിളിൽ നെറ്റിൽ തപ്പുകയാണെങ്കിൽ ലോട്ട് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് എക്സസൈസസ്, ഷെഡ്യൂൾഡ് എക്സസൈസസ് കിട്ടും. അത് നമ്മുടെ കുട്ടിക്ക് പറ്റുന്ന ഇതുപോലുള്ള എക്സസൈസുകൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞതൊക്കെ ചെറിയ കുട്ടികൾക്ക് പറ്റും. പ്രീ പ്രൈമറി ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെയാണ് നമ്മൾ ഈ പെയിന്റ് ചെയ്യുന്നത്. അതുപോലെ കള്ളിയിൽ മാത്രമായിട്ട് പെയിന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരേപോലെ അറേഞ്ച് ചെയ്യുന്നത്, അങ്ങനെയുള്ള എക്സസൈസുകൾ പറയുന്നത്. അത് പലപ്പോഴും ഇത്തരം എക്സസൈസുകൾ നമ്മളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയിട്ട് അവർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കുട്ടിക്ക് അതൊരു പ്രയോജനം ഉണ്ടാവും. കാരണം എന്തെന്ന് വെച്ചാൽ അത് നമ്മളൊരു തെറാപ്പി, ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യുകയാണെന്നുള്ളൊരു തോന്നല് കുട്ടിക്ക് ഉണ്ടാവും. അത് കുറച്ച് അതല്ല സാർ, എനിക്കൊരു ഇതെന്ന് വെച്ചാൽ നമ്മള് ഈ അറ്റൻഷൻ എന്നുള്ളത് ഈ കുട്ടിയുടെ ഒരു കുറെ വർഷത്തേക്ക് നിൽക്കുന്ന ഒരു പ്രോബ്ലം ആണല്ലോ. ചെറുതിലെ തുടങ്ങിയിട്ടൊരു ഒരു പ്യൂബർട്ടി വരെയൊക്കെ നിൽക്കുമല്ലോ. അപ്പൊ നമ്മളൊരു തെറാപ്പി എന്ന് പറയുന്നത് അത്രയും വർഷം നമുക്ക് എത്രത്തോളം കൊടുക്കാൻ പറ്റും. അതേസമയം നമ്മൾ വീട്ടിലത് അവന്റെ ഒരു റുട്ടീനായിട്ട് അത് എനിക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, അപ്പാർട്ട് ഫ്രം തെറാപ്പി, അത് കുട്ടിക്ക് ഹെൽപ്പ് ആയെങ്കിലോ എന്ന് കരുതിയിട്ടായിരുന്നു ഞാൻ ചോദിച്ചത് സാർ. പക്ഷെ അത് ഇങ്ങനെയുള്ളതൊക്കെ നമ്മളൊരു ടൈം ലിമിറ്റ് ഇല്ല. നമ്മളെ ലൈഫ് സ്റ്റൈൽ, ലൈഫ് പാർട്ടാവുക എന്നുള്ള ഡെയിലി ആക്ടിവിറ്റീസിന്റെ പാർട്ടായിട്ട് കൊണ്ടുവരിക. ഈവൻ ADHDയിൽ ഒരു കുറേ കുട്ടികൾ അഡോളസെന്റ് ഏജ് കഴിയുമ്പോഴേക്ക് അത് ഇമ്പ്രൂവ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഈ സിംറ്റംസ് ഒക്കെ നമ്മൾ പറയില്ലേ, ബ്രെയിൻ മൈലിനേഷൻ ഒക്കെ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഈ ഫ്രോണ്ടൽ ലോബ് ഫങ്ഷനിങ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുമ്പം ഇമ്പ്രൂവ് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഒരു 1/3 കുട്ടികളൊക്കെ ടോട്ടലി ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ഒരു 1/3 കുട്ടികൾ കുറച്ച് ഇമ്പൾസിവിറ്റി ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്ന കുട്ടികൾ, നമ്മൾ പറയില്ല അവന് ഭയങ്കര മുൻകോപ എന്നൊക്കെ പറയുന്ന കുട്ടികൾ. പിന്നെ ഒരു 1/3 അല്ലെങ്കിൽ അതിൽ കുറച്ച് % കുട്ടികൾ ഈ കോണ്ടാക്ട് ഡിസോർഡർ എന്നുള്ള പ്രോബ്ലം വരുന്ന കുട്ടികളുണ്ട്. അപ്പം ഞാൻ ADHD കുട്ടികളിൽ ഇന്റലിജൻസ് ഒക്കെ നോർമൽ കുട്ടികൾ, മിക്ക കുട്ടികളും ഇത് ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷെ ഈ കോണ്ടാക്ട് സിംറ്റംസ് വരുന്നത് നമ്മൾ കെയർഫുൾ ആവണം. അത് കള്ളത്തരം പറയുന്നത്, പൈസ എടുത്ത് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ആനിമൽസിനോടൊക്കെ ക്രൂരത കാണിക്കുന്നത്. അപ്പൊ അത് ശരിയല്ല. ചെറുപ്പത്തിലേ നമ്മളെ കുട്ടികളെ അത് മനസ്സിലാക്കണം. ഇപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണം. കളവ് പറയാം. ഇപ്പൊ നമ്മള് സ്കൂളിൽ പിന്നെ എത്ര മാർക്ക് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പൊ നമുക്കറിയാം അവന് മാർക്ക് കിട്ടിയില്ല, കുറവേ ഉള്ളൂ, അതുകൊണ്ട് അവൻ കള്ളത്തരം പറയും തോന്നുവാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ ചോദ്യങ്ങൾ
ഇതൊക്കെ പറയും. എപ്പോഴും ഒരു തവണ കള്ളത്തരം പറയാൻ കുട്ടിക്ക് മടിയുണ്ടാവില്ല. ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ശീലാവും. അപ്പോൾ യൂഷ്വലി പറയാ പൈസ ഒക്കെ വളരെ കൃത്യമായിട്ട് വെക്കണം, ആവശ്യമുണ്ട് ചോദിക്കണം. അതുകൊണ്ട് ഒരു ലിമിറ്റ് വരെ നമ്മളത് കൊടുക്കുകയും വേണം കുട്ടികൾക്ക്. അത് ADHD എന്ന് പറയുന്നതിനേക്കാളും കോണ്ടാക്ട് ഡിസോർഡർ ആണ് ഇപ്പോൾ ഒരു വലിയ പ്രോബ്ലം ആയിട്ട് വരുന്നത് പറയും കുട്ടികളിൽ. ഓക്കെ സർ, താങ്ക് യു സോ മച്ച് സർ. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെക്ഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു മാം. താങ്ക് യു വിനീത. താങ്ക് യു സർ. അടുത്തൊരു ചോദ്യമുള്ളത്, ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ദാറ്റ് ചിൽഡ്രൻ വിത്ത് ഹൈപ്പർ ആക്ടിവിറ്റി ആർ ഗിവൺ എക്സസൈസ് ആക്ടിവിറ്റീസ് ലൈക്ക് സൈക്ലിംഗ് ഓർ ജമ്പിംഗ് ഇൻ ട്രാംപോളിൻ ബിഫോർ ദർ സ്റ്റഡി ടൈം. ഈസ് ദിസ് ഗുഡ് ഓർ ഡസ് ഇറ്റ് ഹാവ് എനി നെഗറ്റീവ് എഫക്ട്സ്? വിൽ ബ്രെയിൻ ജിം എക്സസൈസസ് ഹെൽപ്പ്? എന്ത് ടൈപ്പ് എക്സസൈസ് അത് ക്ലിയർ ആയില്ല. പിന്നെ സൈക്ലിംഗ്, ജമ്പിംഗ് ഇൻ ട്രാംപോളിൻ. അല്ല ഓക്കെ അല്ല, അതാണ് ഞാൻ പറഞ്ഞ ഡെയിലി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നതിൽ ഇത്തരം ഫിസിക്കൽ എക്സസൈസ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പാർട്ടാകണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരം എക്സസൈസുകൾ ADHD ഉള്ള കുട്ടികളിലല്ല, ജനറലി കുട്ടികളൊക്കെ ഹെൽപ്പ് ചെയ്യും. 2-3 റോളാണ് അത്. ഒന്ന്, ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നത് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ബ്രെയിൻ ഫങ്ഷനിങ് ഇമ്പ്രൂവ് ചെയ്യും. 2, കുട്ടികളിൽ കളി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ റിലാക്സേഷൻ. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് കളിക്കുന്നത് മൊത്തം ഈ മനസ്സിലെ വറീസൊക്കെ മാറാനും റിലാക്സ് ചെയ്യാനും കുട്ടികളെ സഹായിക്കും. ദാറ്റ് ഓൾസോ വിൽ ഇംപ്രൂവ്. ആൻഡ് സംടൈംസ് ADHD കുട്ടികൾ ഈ കളിയിൽ മറ്റു കുട്ടികളെക്കാൾ നന്നായിട്ട് പറ്റുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അത് ദാറ്റ് വിൽ ഗിവ് എ കോൺഫിഡൻസ്. അപ്പം അങ്ങനെ കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ അത് മൊത്തം കുട്ടിയുടെ ഫങ്ഷനിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതിന് പുറമെ എപ്പോഴും പറയാ, ഇപ്പം ADHD കുട്ടികളിൽ അവർക്ക് ഇമ്പൾസീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ടെൻഡൻസിയാണ്. അപ്പോൾ അത് പലപ്പോഴും വയലന്റ് ബിഹേവിയറിലേക്കും കോൺഫ്ലിക്റ്റിലേക്കും ഒക്കെ പോകും. അപ്പോൾ അങ്ങനെ പോകുന്ന ആ എനർജിയെ നമ്മളൊരു പോസിറ്റീവ് ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നു. അപ്പോൾ കളിക്കുന്നതിലോ സ്പോർട്സിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രിയേറ്റീവ് ആക്ടിവിറ്റിയിലേക്കോ ഡൈവേർട്ട് ചെയ്യുന്നത് അതൊരു ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയും. അതുപോലെ തന്നെയാണ് നമ്മൾ TV വാച്ച് ചെയ്യുന്ന TVയുടെ കണ്ടന്റും ഇമ്പോർട്ടൻ്റ് എന്ന് പറയും കുട്ടികളിൽ. പ്രത്യേകിച്ചും കുറച്ച് ഹൈപ്പർ ആക്ടിവിറ്റി ADHD പ്രോബ്ലമുള്ള കുട്ടികളിൽ ഈ TV കണ്ടന്റ്, വയലന്റ് കണ്ടന്റും ഇമ്പൾസീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടന്റൊക്കെ ആണെങ്കിൽ അത് ഇമിറ്റേറ്റ് ചെയ്യാനും വയലന്റ് ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ടെൻഡൻസി കൂടുതലാണെന്നാണ് പറയുക. അപ്പോൾ ഫിസിക്കൽ എക്സസൈസ് അത് സൈക്ലിംഗ് എന്നുള്ളതല്ല, ദറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ചൈൽഡ്. കുട്ടിയുടെ താല്പര്യം അനുസരിച്ചിരിക്കും. ദാറ്റ് വിൽ ഹെൽപ്പ് എ ലോട്ട്. നമ്മൾ എൻകറേജ് ചെയ്യണമെന്നത്. താങ്ക് യു സർ. ഒരു ചോദ്യം, അറ്റൻഷൻ ഡെഫിസിറ്റ് ക്യാൻ മാനിഫെസ്റ്റ് ഇൻ ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ചൈൽഡ് ഓർ അറ്റൻഷൻ ഡെഫിസിറ്റ് ക്യാൻ മാനിഫെസ്റ്റ് ഇൻ റൈറ്റിംഗ് അലോൺ? അല്ല, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ എന്ന് പറയുന്നത് അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ്ങിനുള്ള ഒരു പ്രോബ്ലമാണ്. സോ ഇറ്റ് എഫക്ട്സ് ഓൾ സ്ഫിയേഴ്സ് ഓഫ് ബ്രെയിൻ ഫങ്ഷനിങ്. ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ഇതിനെയല്ല. അത് പല കുട്ടികളും, പക്ഷെ കുട്ടികൾക്ക് അത് കുറച്ച് പ്രത്യേകിച്ച് ഇൻ്റലിജൻ്റ് ആയ കുട്ടികളാണെങ്കിൽ അവർക്ക് അത് സ്വയം കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റിയെന്ന് വരും. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ആക്ടിവിറ്റി അവർക്ക് കൺട്രോൾ ചെയ്യാനും ആ അറ്റൻഷൻ പ്രോബ്ലത്തെ മറച്ചുകൊണ്ട് അതിനെ മറികടക്കാനൊക്കെ പറ്റിയെന്ന് വരും. പക്ഷെ ജനറലി ഇറ്റ് എഫക്ട്സ് ഓൾ സ്ഫിയേഴ്സ് ഓഫ് ലൈഫ്. എഴുതാനുള്ളത് മാത്രമല്ല. What should parents' attitude be towards child when the children exhibit hyperactivity in public? അതൊരു വലിയൊരു ഇതാണ്. അത് വെച്ചാൽ എന്തുകൊണ്ടാണ് കുട്ടികൾ ഹൈപ്പർ ആക്ടിവിറ്റി അല്ല, കുട്ടികൾ പുറത്ത് ബിഹേവിയർ പ്രോബ്ലം വരുന്നതിന് ഒരുപാട് കാര്യമുണ്ട്. ഇപ്പം ആൾക്കാരെ കൂട്ടത്തിലാവുമ്പം ആരും ഒന്നും പറയില്ല എന്നുള്ള തോന്നല്. അപ്പം സാധാരണ നമ്മൾ പറയും നമ്മുടെ ബിഹേവിയർ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ വീട്ടിനകത്ത് നമ്മൾ പെരുമാറുന്ന പോലെ തന്നെയാണ് പുറത്തും പെരുമാറേണ്ടെന്ന് വരും. അങ്ങനെ അല്ലാണ്ട് വരുമ്പോൾ നമ്മുടെ കടയിൽ സാധനം വാങ്ങാൻ പോകുമ്പോൾ അയ്യോ അവിടുന്ന് അവൻ ബഹളാക്കി ആരെങ്കിലും എന്താ വിചാരിക്കുക എന്നുള്ളതുകൊണ്ട് നമ്മൾ അവൻ പറയുന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അവൻ താഴെ നിലത്ത് വീണ് കിടക്കുമല്ലോ എന്നുള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞ ഉപ്പ് അല്ലെങ്കിൽ അവൻ വികൃതി. ഇപ്പോൾ അങ്ങനെ പറയുന്ന അമ്മമാരുണ്ട്. അപ്പോൾ അവർ നമ്മൾ ക്ലിനിക്കിൽ വരുമ്പോൾ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ഡോക്ടർ അവിടെ ഭയങ്കര പ്രശ്നം, അപ്പോൾ നമ്മൾ പ്രശ്നമാക്കണ്ട എന്നുള്ളതുകൊണ്ട് അവൻ പറയുന്ന പോലെ ചെയ്യുമെന്ന് പറയും. സോ ഇറ്റ് ചൈൽഡ് ലേൺസ് ദറ്റ് പുറത്തുനിന്ന് ഇങ്ങനെ ചെയ്താൽ അത് ADHD ഇല്ലാത്ത കുട്ടികൾ തന്നെ ഇല്ലേ. നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാർ വരുവാണെങ്കിൽ കുട്ടികൾ ഭയങ്കര വികൃതിയാവും. അപ്പോൾ അവനറിയാം
അപ്പോൾ അത് നമ്മൾ പറയും കൺസിസ്റ്റന്റ് ബിഹേവിയർ ആയിരിക്കണം. അത് പുറത്തോ അകത്തോ എന്നുള്ളതിന് വലിയൊരു പ്രസക്തിയില്ല പറയുന്നു. How to manage ADHD children getting addicted to mobile? Given the current learning method, we can't avoid mobile too. ആക്ച്വലി ഇപ്പോൾ ഈ മൊബൈലിൽ ഓവർ യൂസ് ഓഫ് മൊബൈൽ എന്ന് പറയുന്നത് വലിയൊരു പ്രോബ്ലമാണ്. അത് ഒരു ഞാൻ പറയുന്നത് ഇൻഡിവിജ്വലൈസ് ചെയ്തിട്ട് അതിന് ട്രീറ്റ്മെൻ്റ് ഒക്കെ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു നമ്മളിപ്പോൾ ഓൺലൈൻ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ് എൻഹാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തന്നെ അത് എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്ന് സംശയമുണ്ട്. കാരണം ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രശ്നങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ കൗൺസിലിംഗ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ഒരുപാട് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്നുള്ളത് നമ്മളൊരു DSM ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നില്ല. പക്ഷെ ഓവർ യൂസ് പറയുന്നുണ്ട്. അതൊരു പ്രോബ്ലം യൂസ് ഓഫ് മൊബൈൽ, ഇൻ്റർനെറ്റ്, അങ്ങനെ പറയാം. വീഡിയോ ഗെയിം അഡിക്ഷൻ ഇപ്പം വരാൻ തുടങ്ങിയിട്ട് കുറേ കൂടെ അഡിക്ഷൻ എന്നുള്ള ടേം വെച്ചിട്ട് അതിൽ പലപ്പോഴും ഈ പ്രൈമറി നമ്മുടെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് നോക്കുവാണെങ്കിൽ ഒരുപാട് മൊബൈൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരുപാട് TV-ന് മുന്നിൽ സമയം ചെലവഴിക്കുന്നത് ഈ പ്രൈമറി പ്രോബ്ലം മറ്റെന്തെങ്കിലും ആവും. ഇപ്പോൾ ഡിപ്രഷനുള്ള കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികൾ, അപ്പോൾ അവരാണ് പലപ്പോഴും അത് പ്രൈമറി സൈക്കോളജിക്കൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ പ്രൈമറി ലേണിംഗ് പ്രോബ്ലംസോ ഒക്കെ ഉള്ള കുട്ടികളാണ് പലപ്പോഴും ഈ വീഡിയോ മൊബൈൽ ഇതിലേക്ക് പോകുന്നത് പറയും. അപ്പോൾ അതിൽ ഈ കുട്ടിയെ നമ്മൾ പറയുക കോംപ്രഹെൻസീവായിട്ട് കാണണം എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ ഒരു ഇൻഡിവിജ്വൽ പ്രോബ്ലം, ലേണിംഗ് പ്രോബ്ലം ഉള്ള കുട്ടിക്ക് അത് കറക്റ്റ് ചെയ്താൽ പഠിച്ച് അവന് ഇൻട്രസ്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ അത് എപ്പോഴും ഈ കുട്ടികളെ മൊബൈലിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നത് അത് അവർക്ക് ഇൻട്രസ്റ്റിംഗ് എന്ന് തോന്നുന്നുണ്ടാണ്. അപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് പുറത്ത് കളിക്കുന്നതാണെന്ന് തോന്നുവാണെങ്കിൽ അവരുടെ ശ്രദ്ധ അതിലേക്ക് പോകും. ഇപ്പോൾ അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ഒക്കെ നേരത്തെ അവർ വലിയ കുട്ടികളിൽ 1 മണിക്കൂർ മാത്രമേ മൊബൈൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മൊബൈൽ, ഇൻ്റർനെറ്റ്, TV എല്ലാം കൂടെ 1 അവർ, ഐഡിയലി 1 അവർ, മാക്സിമം 2 അവേഴ്സ്, അതായിരുന്നു നേരത്തെ റെക്കമെൻഡേഷൻ. ഇപ്പോൾ റീസെൻറ്റ് ഗൈഡ് ലൈൻസ് വരെ അത് മാറ്റി. കാരണം ഈ റെക്കമെൻഡേഷൻ ആരും ഫോളോ ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് മാറ്റി. എന്നിട്ട് മാറ്റിയിട്ട് വലിയ കുട്ടികളിൽ മൊബൈൽ, ഇൻ്റർനെറ്റ്, TV, ഡിജിറ്റൽ മീഡിയ ഉപയോഗം കഴിയുന്നത്ര കുറക്കുകയും കഴിയുന്നത്ര കൂടുതൽ സമയം പുറത്ത് കളിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഗൈഡ് ലൈൻസ് മാറ്റി. ആൻഡ് ദർ ഈസ് അനദർ തിങ് ദറ്റ് ഇപ്പം പല സ്കൂളുകളും രാവിലെ 8 മണി തൊട്ടിട്ട് 1 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് ഓൺലൈൻ ക്ലാസ്സുകളാണ്. അപ്പോൾ നമുക്ക് ഈ 1 അവർ മാത്രമേ പിന്നെ ഡിജിറ്റൽ മീഡിയ പാടുള്ളൂ, സ്ക്രീൻ ടൈം പാടുള്ളൂ എന്ന റെസ്ട്രിക്ഷൻസിന് ഇനി പ്രസക്തി ഇല്ലാതാവുന്നു. ഇപ്പോൾ മൊബൈൽ ഫോണുകൾ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നായിരുന്നു നേരത്തെ നമ്മുടെ റെക്കമെൻഡേഷൻ. ഇപ്പോൾ മൊബൈൽ നമ്മൾ സർക്കാരും NGO-കളൊക്കെ ഇടപെട്ടിട്ട് എല്ലാ കുട്ടികൾക്കും സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുക്കാൻ പോവുക ഇല്ലേ, ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ മൊബൈൽ ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ അത് മാറി വരും. അപ്പോൾ പക്ഷേ എനിക്കത് പറയാനുള്ളത്, ഈ ഇതുപോലെ ഓവർ യൂസ് മൊബൈൽ ഉണ്ടെന്ന് തോന്നുന്ന കുട്ടികളോട് അടിച്ചതുകൊണ്ടോ ചീത്ത പറഞ്ഞതുകൊണ്ടോ ഒന്നും കാര്യമുണ്ട് തോന്നുന്നില്ല. പലപ്പോഴും നമ്മൾ അതിൻ്റെ പ്രോബ്ലംസ് അവരോട് സംസാരിക്കുക, സോഷ്യൽ മീഡിയ എങ്ങനെ ഹെൽത്തി ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും അണ്ടർലൈയിങ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ ADHD ഉള്ള കുട്ടിക്ക് നമ്മൾ ഡ്രഗ് തെറാപ്പിയോ ഫാർമക്കോതെറാപ്പിയോ കൊണ്ട് അറ്റൻഷൻ പ്രോബ്ലം ഒക്കെ ഇമ്പ്രൂവ് ചെയ്തു അവൻ്റെ അക്കാഡമിക് ഫങ്ഷനിങ് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന മൊബൈൽ യൂസും ഒക്കെ കുറഞ്ഞു എന്ന് വരും. മറ്റൊരു കാര്യമുള്ളത്, പലപ്പോഴും ഹാബിറ്റ് ഫോർമേഷൻ ഉണ്ട്. ഇപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികളുണ്ട്. നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി സ്ഥിരമായിട്ട് മൊബൈലൊക്കെ നോക്കാൻ തുടങ്ങി, പിന്നെ അതൊരു ഹാബിറ്റായി മാറി. അപ്പോൾ എപ്പോഴും നിങ്ങൾ പുറത്ത് പോകുന്ന കുറയുന്നു, ആൾക്കാരായിട്ട് ഇടപഴകുന്ന കുറയുന്നു, വീട്ടിനകത്തിരുന്നിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഡേഞ്ചറസ് ഗെയിംസും ആണ് പലതും. സൂയിസൈഡ്, ഇപ്പോൾ വയനാട് 5-6 കുട്ടികൾ ഒന്നിച്ച് സൂയിസൈഡ് ചെയ്തൊരു ഗെയിമുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്തോറും നമ്മൾ പിന്നെയും അതിലേക്ക് തന്നെ ചുരുങ്ങി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയും. അപ്പം കുട്ടികളെ കഴിയുന്നതും ഇതുപോലെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നത് കൗൺസിലിങ്ങോ മരുന്നുകളോ ഔട്ട്ഡോർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യിക്കുക, അതൊക്കെയാണ് ജനറലി നമുക്ക് പറയാൻ പറ്റുന്നത്. ഒരു ചോദ്യം ഉള്ളത് എനിക്ക് മനസ്സിലായി. ജംഗ്ലിംഗ് ടൈപ്പ് പ്ലേ മേ ഹെൽപ്പ് ദ ചൈൽഡ്. ജംഗ്ലിംഗ് ടൈപ്പ്
പ്ലേ ഹെൽപ്പ് ചെയ്യുമോ എന്നാണ് ഒരു ചോദ്യം. ഇംഗ്ലീഷ് ടൈപ്പ് എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ കൂട്ടുന്നതായിരിക്കും അത് അല്ലേ? എനിക്കും അറിയില്ല. എന്താ അറിയില്ല. അതായത് പല രീതിയിലുള്ള കാര്യങ്ങൾ റീഅറേഞ്ച് ചെയ്യുക, അത് അങ്ങനത്തെ കളികളല്ലേ അത്. അത് കോൺസെൻട്രേഷൻ കൂട്ടുന്ന തരത്തിലുള്ള എക്സസൈസുകൾ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയും. പക്ഷെ ഇതിൽ അങ്ങനെയുള്ള കളികൾ നമ്മളൊരു അഡിക്റ്റീവ് ബിഹേവിയർ ആവാതെ നോക്കണം. അത് പിന്നെ അതിൽ ഒരു ശീലമായിട്ട് മാറുകയും നമ്മളെ കുട്ടികളെ അതിൽ നിന്ന് മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ളത് അത് നോക്കണം. പിന്നെ ഒരു ചോദ്യം ഉള്ളത്, എത്ര നാള് മരുന്ന് കൊടുക്കേണ്ടി വരുന്നുണ്ട്? ഒരു 6 വയസ്സിൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്താൽ എത്ര നാളത്തേക്ക് കൊടുക്കണം എന്നുള്ളതാണ്. ADHDക്ക് ഡ്രഗ്സ് നമ്മൾ ഫസ്റ്റ് ലൈൻ മീത്തൈൽഫെനിഡേറ്റ് ആണ് യൂഷ്വലി കൊടുക്കാറ്. മീത്തൈൽഫെനിഡേറ്റിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് 2 പ്രിസ്ക്രിപ്ഷൻസ് വേണം. ഷെഡ്യൂൾ H ഡ്രഗാണ്. അപ്പോൾ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പറയും. ഇപ്പോൾ മിക്കവാറും അറ്റമോക്സിറ്റ് എന്ന് പറയുന്ന ഡ്രഗ് ഓവർ ദ കൗണ്ടർ കഴിക്കാൻ പറ്റുന്ന ഡ്രഗാണ്. അതാണ് മിക്കവാറും ഫസ്റ്റ് ലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യാറ്. പിന്നെ മീത്തൈൽഫെനിഡേറ്റ്, ക്ലോണിഡിൻ. അപ്പോൾ ഈ ഡ്രഗ്സ് ഒക്കെ ചെയ്യുന്നത് ഇറ്റ് കൺട്രോൾ ബിഹേവിയർ. ഇറ്റ് ഇസ് നോട്ട് ക്യൂറിങ് ദ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഡ്രഗ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 or 2 months, ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു മീത്തൈൽഫെനിഡേറ്റ് തുടങ്ങുകയാണെങ്കിൽ യു ഗീവ് ഇൻ എ സ്മോൾ ഡോസ് ഫോർ 1 month, സീ വെദർ ദർ ഇസ് എനി സൈഡ് എഫക്ട്. സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ യു ഇൻക്രീസ് ദ ഡോസ്. ഇൻക്രീസ് ചെയ്തിട്ട് യു ഗീവ് ഫോർ 1 month, ആൻഡ് ഇഫ് ദർ ഇസ് എൻ ഇഫക്റ്റ് യു കണ്ടിന്യൂ ദ ഡ്രഗ് ഇൻ ദ സെയിം ഡോസ്. ഇടയിൽ സൈഡ് എഫക്റ്റ് വരുവാണ്, യു സ്റ്റോപ്പ് ഇറ്റ് ആൻഡ് ട്രൈ അനദർ ഡ്രഗ്. അങ്ങനെയാണത്. അപ്പം യൂഷ്വലി ഈ ഡ്രഗിൻ്റെ ഒരു ഇഫക്റ്റ് വന്നു കഴിഞ്ഞാൽ വൺസ് യു സ്റ്റോപ്പ് ദ ഡ്രഗ് ദറ്റ് ഇഫക്റ്റ് വിൽ ഗോ. ഇറ്റ് ഇസ് നോട്ട് ക്യൂറേറ്റീവ്. അപ്പോൾ അത് ആ എപ്പിനെഫ്രിൻ സിസ്റ്റത്തിലുള്ള അബ്നോർമാലിറ്റീനെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അത് നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെയാകും. പക്ഷേ നമ്മൾ സാധാരണ കണ്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ അറ്റമോക്സിറ്റിനോ മീത്തൈൽഫെനിഡേറ്റോ ഒക്കെ തുടങ്ങിയ കുട്ടി പ്ലസ് യുവർ ബിഹേവിയർ തെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടി ഇമ്പ്രൂവ് ചെയ്യുന്നു. വൺസ് യു ഇമ്പ്രൂവ്, അത് നിർത്തിക്കഴിഞ്ഞാലും ദറ്റ് ഇഫക്റ്റ് വിൽ പെർസിസ്റ്റ് കുറേ കാലം. അത് ഡ്രഗിൻ്റെ എഫക്റ്റ് അല്ല. ഇപ്പോൾ വൺസ് നമ്മൾ ഡ്രഗൊക്കെ തുടങ്ങിയിട്ട് കുട്ടിയുടെ ബിഹേവിയറൊക്കെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ എന്താവും, പാരൻസിൻ്റെ ബിഹേവിയർ ഓൾസോ വിൽ ഇമ്പ്രൂവ്. അതുവരെ ഭയങ്കര വികൃതിയൊക്കെയായിരുന്ന കുട്ടി അത് മാറിയിട്ട് നല്ല കുട്ടി. അപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി പഴയ പോലെ അല്ലേ ഇപ്പം നല്ല കുട്ടിയായല്ലോ എന്ന്. അപ്പോൾ നല്ല കുട്ടി എന്നുള്ള അംഗീകാരം, പാരൻസിൻ്റെ ബിഹേവിയറിലുള്ള ചേഞ്ച്, ദാറ്റ് വിൽ ലാസ്റ്റ്. ഡ്രഗിൻ്റെ എഫക്റ്റ് അല്ല, അങ്ങനെയുള്ള എഫക്റ്റ് പിന്നെയും ലാസ്റ്റ് ചെയ്യും. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യാറ്, ഡ്രഗ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂൾ പീരീഡിൽ ഡ്രഗ്സ് കണ്ടിന്യൂ ചെയ്യുക. എസ്പെഷ്യലി ഓൾഡർ കുട്ടികളിൽ, 6 വയസ്സിന് മേലെയാണ് സാധാരണ സ്കൂൾ ഗോയിങ് കുട്ടികളിലാണ്. അപ്പോൾ സ്കൂൾ വെക്കേഷൻ ടൈമിൽ യു സ്റ്റോപ്പ് ദ ഡ്രഗ്. കാരണം ലോങ് ടേം ഡ്രഗിൻ്റെ സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വെക്കേഷൻ ടൈമിൽ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് ഇല്ലാതാവുന്നതുകൊണ്ട്, സോ സ്കൂൾ വെക്കേഷൻ 2 months അല്ലെങ്കിൽ ഓണം വെക്കേഷൻ, ദറ്റ് ടൈം യു സ്റ്റോപ്പ് ദ ഡ്രഗ്. ദാറ്റ് ഇസ് യൂഷ്വലി വാട്ട് വി ഡു. ഭക്ഷണത്തിലെ പഞ്ചസാരയുടെ ഘടകം കൂടുതലാണെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് കൂട്ടുമോ എന്നാണ് ചോദ്യം. അങ്ങനെയൊന്നും സ്റ്റഡീസ് ഒന്നും ഇല്ല. ഇപ്പം ഏതെങ്കിലും ഒരു പ്രത്യേക ഫുഡ് കഴിച്ചാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് വരും, അങ്ങനെയൊന്നും സ്റ്റഡീസ് ഇല്ല. പക്ഷെ നമ്മൾ ഇതുപോലുള്ള എക്സ്പീരിയൻസുകൾ ഒക്കെ പറയാം. ഫുഡ് പ്രിസർവേറ്റീവ്സ് ഒക്കെ ചില അറ്റൻഷൻ പ്രോബ്ലം കൂട്ടുന്ന ഇതുണ്ട് പറയും. അതല്ലാണ്ട് ഷുഗർ കഴിക്കുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതോ ഒന്നും അങ്ങനെ പറഞ്ഞില്ല. യൂഷ്വലി നമ്മൾ പറയാം, ഒരു പർട്ടിക്കുലർ ചൈൽഡ്, ഇപ്പം എൻ്റെ മോന് ചെറുതാകുമ്പോൾ അവൻ ഈ കൊക്കക്കോള കഴിച്ചാൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് വരുമായിരുന്നു. അപ്പോൾ അതിലുള്ള ചില കെമിക്കലുകളൊക്കെ എഫക്റ്റ് ചെയ്യുന്നതാവും. അതവൻ ഉറങ്ങില്ല ഭയങ്കര. അപ്പോൾ അത് അങ്ങനത്തെ ഇൻഡിവിജ്വൽ ഇത് കാണുവാണെങ്കിൽ നമ്മളത് ഒഴിവാക്കുന്നതായിരിക്കും. ചിലർക്ക് പാല് കഴിച്ചാൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഡിവിജ്വൽ, അത് ഏത് ഡിസീസ് നമ്മൾ ഇൻഡിവിജ്വൽ ഡ്രഗ്, ഓട്ടിസത്തിലൊക്കെ അങ്ങനെയാണ് പറയുക. ഒരു പർട്ടിക്കുലർ ഭക്ഷണം ഈസ് കോസിങ് പ്രോബ്ലം, യു ബെറ്റർ ടു അവോയ്ഡ്. പക്ഷേ ആസ് എ ജനറൽ റൂൾ, അവോയ്ഡ് ജങ്ക് ഫുഡ്. ഈ omega-3 ഫാറ്റി ആസിഡ്സ് ബ്രെയിൻ ഫങ്ഷനിങ്ങിനൊക്കെ നല്ലതാണെന്ന് പറയും. കടൽ മത്സ്യത്തിൽ ധാരാളം. അപ്പോൾ so that will help. One question, how to deal with anger exhibited by children? Sir, അത് പറഞ്ഞിരുന്നു. അതും സാർ ഒന്നും another clear ആയില്ല. How to deal with anger exhibited by children? അത് വലിയൊരു, എനിക്കൊന്ന് ഞാൻ കുറേ പറയണ്ടേ. ആങ്കർ എക്സിബിറ്റ് ചെയ്യുന്നത് പല തരത്തിലുള്ള, ഞാൻ പറഞ്ഞു, ഒരു ജനറൽ ക്വസ്റ്റ്യൻസ് അല്ല. അത് ഒരു ഇൻഡിവിജ്വൽ ആങ്കർ ആണെങ്കിൽ
ഇപ്പോൾ ഈ സീഷറിൻ്റെ പാർട്ടായിട്ട് ആങ്കർ വരാം, അതിൻ്റെ ഓവറായിട്ട് വരാം, സൈക്കോസൊക്കെ ഉള്ള ആൾക്കാരുള്ള അങ്ങനെ ആങ്കർ വന്നത് വരാം. അതൊന്നും ഇല്ലാണ്ട് സൈക്കോളജിക്കൽ ഒരു ഡിസോർഡർ ഒന്നും പറയാണ്ട് ആങ്കർ വരുന്ന അങ്ങനെ അസുഖങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെ ആങ്കർ കൺട്രോൾ ഡിസോർഡർ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ചില കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് ആങ്കർ വരുന്ന അസുഖം. അതിൽ ചില ഇതൊക്കെ നമ്മുടെ സൈക്കോതെറാപ്പി എല്ലാം കൊണ്ട് നല്ല വ്യത്യാസം വരും. അതിൽ എനിക്ക് തോന്നുന്നത് ജനറൽ ഇതിനേക്കാളും അതൊരു ഫിലോസോഫിക്കൽ തരത്തിലേക്കാണ് പോവുക, എങ്ങനെയാണ് ആങ്കർ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അതിൽ പേരൻസിൻ്റെ ആങ്കറിനെ കുറിച്ച് പലപ്പോഴും പറയും. പിന്നെ ആങ്കറിനൊക്കെ ഈ ഒരു ഇതുണ്ട്, നമ്മൾ ജനറ്റിക്കലി ഒരു ഇതുണ്ട്, ഫെമിലിയൽ ഇതുണ്ട്. കുട്ടികൾ കണ്ട് പഠിക്കുന്ന ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ പാരൻസ് ആങ്കർ ആയിട്ട് വരുമ്പോൾ അതുപോലെ അങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള അങ്ങനെയുള്ള കുട്ടികളുണ്ട്. ഇപ്പോൾ ജനറലി നമ്മൾ പറയും കുട്ടികളോട് ദേഷ്യം വരാൻ പാടില്ല എന്ന് പറയും. ഇപ്പോൾ അവനെന്തോ വികൃതി കാണിച്ചു. ഞാനത് പറയുന്നത് അക്ബർ കക്കട്ടിൽ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഒരു പുസ്തകമുണ്ട്. പഴയ കക്കട്ടിലെ സ്കൂളിലെ ടീച്ചറായിരുന്നു, മരിച്ചു. അപ്പോൾ അക്ബർ ഒരു ഇതിൽ എഴുതിയിട്ടായിരുന്നു, അദ്ദേഹം സ്കൂളിൽ ജോയിൻ ചെയ്ത സമയത്ത് ഒരു ഭയങ്കര ദേഷ്യം വന്ന് ഒരു കുട്ടിയെ അടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ തൊട്ടപ്പുറത്തെ ക്ലാസ്സിലെ മാഷ് അക്ബറോട് പറഞ്ഞു, അക്ബറെ കുട്ടികളോട് ദേഷ്യം വരാൻ പാടില്ല, ദേഷ്യം അഭിനയിക്കാനേ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് വലിയൊരു, ഞാനത് പിള്ളേരോട് പറയുന്നത് കാര്യമാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താവും, കുട്ടിയും നമ്മളും തമ്മിൽ വ്യത്യാസം ഇല്ലാണ്ടായി. തിരിച്ച് ദേഷ്യം അഭിനയിച്ചിട്ടില്ലെങ്കിൽ ഈ കുട്ടികളെ ചിലപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദേഷ്യം നമുക്ക് വന്നാൽ പിന്നെ നമുക്കും നേരത്തെ പറഞ്ഞ ആങ്കറാണ്. പിന്നെ അത് നമുക്ക് ക്രോധാത്ഭവതി സമൂഹാത്മതിഭ്രംശ അങ്ങനെ പറയുക, ഓർമ്മയില്ലാണ്ടാവും. പിന്നെ സ്മൃതിഭ്രംശം വന്നാൽ പിന്നെ ബുദ്ധിനാശാത്രം ശരി ഗീത പറയുന്നത്. അപ്പം ഈ ആങ്കർ അഭിനയിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കുട്ടികളോട് ദേഷ്യം വരാൻ പാടില്ല, ദേഷ്യം അഭിനയിക്കാനേ പാടുള്ളൂ. അതാണ് ആങ്കറിനെ കുറിച്ച്. Thank you, sir. My kid is only 2.5 years, but he is violent in nature. He doesn't watch violence in TV, but he is short-tempered and hit and kick others when he gets angry. How can I manage this, sir? He used to bang his head till 1.5 years. 2.5 വയസ്സുള്ള കുട്ടിയുടെ കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് നോക്കേണ്ടിയിരുന്നു നമ്മൾ. ഇൻഡിവിജ്വൽ 2 വയസ്സ് കുട്ടിയാണെങ്കിൽ ടെമ്പറമെന്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ്, അത് ഇങ്ങനെ ഈ ഇത് വരാം. ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റിയും ടെമ്പറമെന്റ് ചില അങ്ങനെയുള്ള കുട്ടികളുണ്ട്. ഇൻഡിവിജ്വൽ കുട്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളത് ഇവാലുവേറ്റ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത്. പ്രത്യേകിച്ച് ഹെഡ് ബാങ്കിങ് എന്ന് പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ വരാം. ഓട്ടിസ്റ്റിക് കുട്ടികളിലൊക്കെ വരാം, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ വരാം. ഇറ്റ് ക്യാൻ ബി എ ഹാബിറ്റ് ഫോർമേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ അവനെന്തോ വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ വേണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അവൻ തലയിടിച്ചപ്പോൾ എല്ലാവർക്കും പേടിയാതെ കൊടുത്തു. സോ ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ്. അങ്ങനെ വരാം. അപ്പോൾ അത് ഇൻഡിവിജ്വൽ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. So is ADHD seen more in single child in a family or child with siblings? Any relation observed? സിബ്ലിങ്സിൻ്റെത് ആക്ച്വലി അത് ADHD ഉള്ള കുട്ടികൾ, ADHD എന്ന് മാത്രമല്ല, നമ്മളിതുപോലെ ഓട്ടിസം ആണെങ്കിലോ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ എനി ക്രോണിക് ഇൽനെസ് ഉള്ള കുട്ടികളുടെ സിബ്ലിങ്സ് ദേ സഫർ എ ലോട്ട്. പേരൻസിന് പലപ്പോഴും ഈ കുട്ടിക്ക് വേണ്ടത്ര അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ സാധാരണ നമ്മൾ പറയും സിബ്ലിങ്സിൻ്റെ പ്രോബ്ലംസ് നമ്മൾ സ്പെഷ്യലായിട്ട് അഡ്രസ്സ് ചെയ്യണമെന്നും, കുട്ടികൾക്ക് ഈ എന്തുകൊണ്ടാണ് നമുക്ക് ഈ പ്രോബ്ലം കുട്ടിക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഈ കുട്ടിയെ സിബ്ലിങ്സിനെ മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് പറ്റണം. അവർ പറയുന്നത് കേൾക്കാനും നമുക്ക് സമയം ഉണ്ടാവണം. ജനറലി സിബ്ലിങ്സിന് പ്രോബ്ലംസ് കൂടുതലായിട്ടാണ് കാണാറ് പറയും. So there is another question related to England. So is England used everywhere in Kerala for diagnostic criteria instead of CONOS? In sir's opinion, is use of CONOS wrong? England also in 2 situations, school and home. ഇംഗ്ലണ്ട് സ്കെയിലൊക്കെ നമ്മൾ റിസർച്ച് പേർപ്പസിന് മാത്രം ഉപയോഗിക്കുന്നതാണ്. അതല്ലാണ്ട് ഡേ ടു ഡേ മാനേജ്മെൻറ്റിന് ഐ ഡോണ്ട് തിങ്ക് ദി സ്കെയിൽസ് ആർ റിക്വയർഡ്.
കോർണറിൻ്റെ അബ്രീവിയേറ്റഡ് സ്കെയിൽ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഹെൽപ്പ്. ഒരു 10 ഐറ്റം സ്കെയിലാണ്. ഇറ്റ് ക്യാൻ ബി ഫ്രീലി ഡൗൺലോഡ് ഫ്രം ദ നെറ്റ്. അത് ഈ സിംറ്റംസ് റേറ്റ് ചെയ്യാൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനും അത് ഹെൽപ്പ് ചെയ്യും. മറ്റത് കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് സ്കെയിൽസ് ആണ്. പിന്നെ ഒരു ചോദ്യം ഉള്ളത് ADHD ആൻഡ് ഡിസീസ് ഓർ ബാഡ് സിറ്റുവേഷൻസ് ഓഫ് മദർ ഡ്യൂറിങ് പ്രഗ്നൻസി തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. These are all controversial issues. We don't know the etiology of ADHD. So many facts, നമ്മൾ പറയാം അസോസിയേഷൻസ് എന്ന് പറയും. ഇപ്പം മെറ്റേണൽ ഇൽനെസ്സസ്, പ്രഗ്നൻസി റിലേറ്റഡ് പ്രോബ്ലംസ്, പിന്നെ ഡെലിവറി ടൈമിലുള്ള പ്രോബ്ലംസ്, ഡിലേഡ് ബർത്ത്, ക്രൈ, ബർത്ത് ഇഞ്ചുറി, അതൊക്കെ ക്യാൻ ലീഡ് ടു ADHD എന്ന് പറയും. ഇപ്പം ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ 30% ഓഫ് ചിൽഡ്രൻ വിത്ത് ADHD ഗോട്ട് antenatal, natal or immediate neonatal problems like neonatal seizure, jaundice. Actually, ഇപ്പം ഞാനൊരു വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റഡി, ഞങ്ങളുടെ ഒരു PG തീസിസ് ഞാൻ ഇന്നലെ കഴിഞ്ഞോടെ പറഞ്ഞു, ഓട്ടിസം തീസിസിൽ we found that antenatal maternal stress is much more common in children with ASD. മദേഴ്സിൽ ASD ഉള്ള കുട്ടികളുടെ അമ്മമാരിൽ സ്ട്രെസ്സിൻ്റെ സ്കോർ വളരെ ഹൈ ആണ്. അവർ ഫാമിലി കോൺഫ്ലിക്റ്റ്, വഴക്കുകൾ, പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ് പറയും. അപ്പം ഇതൊക്കെ അസോസിയേഷൻ എന്ന് പറയും, എറ്റിയോളജി എന്ന് പറയും. ഒരാളും കൂടെ ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. മൈ ഡോട്ടർ ഈസ് 4.5 years old. Language is not age appropriate, but motor milestones are normally developed and no issues in pregnancy. She is having restless behavior and inattention, but she can sit and complete an activity until it is done. She can sit and do beading, water pouring, and by any sort of complex activity. So is she having ADHD? പ്രോബ്ലം തോന്നുന്നതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ തൊട്ടടുത്ത് ചൈൽഡ് സൈക്യാട്രി ഡീൽ ചെയ്യുന്ന സൈക്യാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ ഉണ്ടെങ്കിൽ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുന്ന ഒന്നാണ്. എപ്പോഴും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമുണ്ടാവും അതുപോലെ കുട്ടികൾക്ക്. ഞാൻ എപ്പോഴും പറയും, ലാംഗ്വേജ് ഡിലേയുള്ള കുട്ടികളിൽ എപ്പോഴും നമ്മളൊരു ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. അത് ഓക്കെ. സോ ഒരു ചോദ്യം, എത്ര പെർസെന്റേജ് കുട്ടികൾക്കാണ് ഈ മെഡിസിൻസ് റിക്വയർ ചെയ്യാറ്? ADHD ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന എത്ര കുട്ടികൾക്ക് ആവശ്യം വരാറുണ്ട്? പെർസെൻറ്റേജ് എനിക്കിപ്പം ഓർമ്മയില്ല, അത് നോക്കിയാലേ കിട്ടുള്ളൂ. അങ്ങനെ ഡാറ്റ ആയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നല്ലൊരു പങ്ക് കുട്ടികൾക്ക് മെഡിസിൻസ് പ്രയോജനം ചെയ്യാറുണ്ട്. പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്താലും അത് റെഗുലറായിട്ട് കഴിക്കുന്നവർ കുറയും. പക്ഷെ റെഗുലറായിട്ട് മെഡിസിൻസ് കഴിക്കുന്നവർക്ക് പ്രയോജനം ഉണ്ട് എന്നാണ് എൻ്റെ എക്സ്പീരിയൻസ്. എത്ര പെർസെൻറ്റേജ് എന്ന് ഇപ്പോഴങ്ങനെ പറയുന്നില്ല. കാരണം നേരത്തെ പറയുക ബിഹേവിയർ മാനേജ്മെൻ്റ് ആണ് നല്ലതും. ഇപ്പം അത് മാറിയിട്ട് ADHD എന്ന് പറയുന്നത് നോർ എപ്പിനെഫ്രിൻ സിസ്റ്റത്തിലെ അബ്നോർമാലിറ്റി കൊണ്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണെന്നും, സോ യു കമ്പൈൻ ഡ്രഗ് തെറാപ്പി പ്ലസ് ബിഹേവിയർ തെറാപ്പി എന്നാണ് യൂഷ്വൽ ടെക്സ്റ്റ് ബുക്ക് റെക്കമെൻഡേഷൻ. സാധാരണ ഇതുപോലെ ടീച്ചേഴ്സിനൊക്കെ എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കാറുണ്ടോ? എന്ന് വെച്ചാൽ അവർക്ക് അവരെ ക്ലാസ്സുകളിൽ ഇങ്ങനത്തെ കുട്ടികളെ വരുമ്പോഴേ അവർക്ക് മനസ്സിലാവണം എന്നില്ലല്ലോ. ഇല്ല, ഒരുപാട് ക്ലാസ് ആണ്. ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു പിന്നെ എത്രയോ ക്ലാസ്സുകൾ ടീച്ചേഴ്സ്. ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഇപ്പോൾ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരുപാട് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. മെജോറിറ്റി ഓഫ് ടീച്ചേഴ്സ് ആർ അവെയർ ഓഫ് ദിസ് പ്രോബ്ലംസ് നൗ. ദാറ്റ് ഇസ് വൈ വി ഗെറ്റ് ലോട്ട് ഓഫ് റെഫറൽ ഫ്രം സ്കൂൾസ് ഓൾസോ. ഇല്ല അങ്കിളുണ്ടാ? ഇല്ല, ഞാൻ ഓക്കെ. സോ ഇനി ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു താങ്ക്സ് ഗിവിംഗ് കഴിഞ്ഞ് ഇല്ലാന്ന് തോന്നുന്നു. ഏകദേശം ഒരു ആളും കൂടെ ചോദിച്ചിട്ടുണ്ട് ക്ലാസ് റൂം മാനേജ്മെന്റ് ഓഫ് ADHD കുറിച്ച്. ക്ലാസ് റൂം മാനേജ്മെന്റ് നമുക്ക് ജനറലി പറയുകയാണെങ്കിൽ ADHD ഉള്ള കുട്ടികളെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുത്തുക, അവരോട് കുറച്ചുകൂടെ ഡെഫിനറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ടീച്ചർ സംസാരിക്കുന്നത്,
സ്കൂൾ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. നമ്മളിപ്പം മെഡിസിനോ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളല്ല. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നത്, നമ്മൾ അവരോട് സ്ട്രിക്റ്റായിട്ട് പെരുമാറണം. സ്ട്രിക്റ്റാണ്, അതേസമയം സ്നേഹം ഉണ്ടാവുകയും വേണം പറയും. അപ്പോൾ കുട്ടികൾക്കത് മനസ്സിലാവണം, നമ്മൾ സ്ട്രിക്റ്റാണ്, അതേസമയം അവരോട് അടുപ്പമുണ്ട്, അല്ലെങ്കിൽ നമ്മളത് കുറ്റപ്പെടുത്തുന്ന പോലെയാവും. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കണം. പിന്നെ സാധാരണ പറയുക, ഇപ്പോൾ റൈറ്റിംഗ് പ്രോബ്ലം ഉള്ള കുട്ടികൾ ഉണ്ടാവും ADHDൻ്റെ പാർട്ടായിട്ട്. അപ്പോൾ കുറച്ചുകൂടെ സമയം അവർക്ക് കൊടുക്കുക, കുറെ കൂടെ ക്ലിയർ ആയിട്ട് അവരോട് സംസാരിക്കുക. അവർ സംസാരിക്കുമ്പോൾ നമ്മൾ അത് സംസാരിക്കാൻ എൻകറേജ് ചെയ്യുക. അപ്പോൾ അത് തെറ്റാണെങ്കിൽ നമ്മൾ കളിയാക്കുന്നതോ കമ്പയർ ചെയ്തിട്ട് മറ്റേ കുട്ടി ഇങ്ങനെയാണെന്ന് പറയുന്നതോ അത് ഒഴിവാക്കുക പറയുക. അപ്പം ക്ലാസ്സിൽ ഈ കുട്ടിക്ക് തോന്നണം ഞാൻ മോശക്കാരനല്ല എന്നൊരു കോൺഫിഡൻറ്റ് ഉണ്ടാക്കുക. സെൽഫ് എസ്റ്റീം എന്ന് ഞാൻ പറഞ്ഞ് അതാണ് പറയുക, ഒരു ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ പെരുമാറണം. അത് ഏറ്റവും നല്ലത് ആ താരേ സമീൻ പറിൻ്റെ കുട്ടി, അതിലെ ടീച്ചർ ആ കുട്ടിയോട് പെരുമാറിയത് എങ്ങനെയാണെന്നുള്ളതാണ്. അത് സിനിമയിൽ മാത്രമേ ടീച്ചർ ഉണ്ടാവുള്ളൂ, അങ്ങനെ റിയൽ ലൈഫ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ കഴിവുകൾ, എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. പാട്ട് പാടുമോ, ചിത്രം വരക്കോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും, മാക്സിമം എൻകറേജ് ചെയ്യും, അവനത് പറ്റും എന്നുള്ള തോന്നലുണ്ടാക്കുക. അതൊക്കെയാണ് സാധാരണ നമ്മൾ ക്ലാസ് റൂം ഇൻ്റർവെൻഷനായിട്ട് ജനറലി പറയുകയാണ്. കുറച്ചുകൂടെ അത് എനിക്ക് തോന്നുന്നു അടുത്ത തവണ നമ്മൾ സ്കോളസ്റ്റിക് ബാക്ക്വേർഡ്നെസ് പറയുമ്പോൾ കുറച്ചുകൂടെ അത് പറയാൻ പറ്റും. അതെ, അടുത്ത ക്ലാസ് നമുക്ക് 16-ാം തീയതിയാണ്. അന്ന് ലേണിംഗ് ഡിസോർഡർ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടി അതിലേക്ക് വരും. അതെ, അതാണ്. So thank you for that. Thank you, sir. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ഇതില് വളരെ ഭംഗിയായിട്ട് സാർ അതിന്റെ ഒരു 4 വയസ്സുകാരൻ ഹൈപ്പർ ആക്റ്റീവ് ആകുന്നത്, ഒരു 9 വയസ്സുകാരൻ ഹൈപ്പർ ആക്റ്റീവ് ആകുന്നതിലുള്ള വ്യത്യാസം എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് പറഞ്ഞു തരുന്നു. അതുകൂടാതെ അറ്റൻഷൻ പ്രോബ്ലം, പിന്നെ ഈ എപ്പിഡമിയോളജി, അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ഇൻഅറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റി. സാർ അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സഹായിച്ചു തരണം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അതിന്റെ റേറ്റിംഗ് സ്കെയിൽസ്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ഡിലേഡ് സ്പീച്ച്, ഡിലേഡ് മൈൽ സ്റ്റോൺസ്, പക്ഷെ അവിടെ മോട്ടോ മൈൽ സ്റ്റോൺസിനെ വലുതായിട്ട് ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അതിന്റെ ലാസ്റ്റ് വന്ന അതിന്റെ ട്രീറ്റ്മെന്റ് ആണ്. ട്രീറ്റ്മെന്റിനെ കുറിച്ച് വളരെയധികം സാർ അതിന്റെ പിന്നെ സൈക്കോ സോഷ്യൽ ഇന്റർവെൻഷൻസും ബിഹേവിയർ തെറാപ്പിയും ഗ്രൂപ്പ് ഇന്റർവെൻഷൻസും അറ്റൻഷൻ എങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും, അതുകൂടാതെ ഡ്രഗ്സിന്റെ ഒരു ഇതും കൂടെ പറഞ്ഞ് സാറ് ക്ലാസ് ഇത്രയൊക്കെയാണെന്ന് തോന്നുന്നു സാർ പറഞ്ഞിരുന്നത്. പിന്നെ ഇത് കൂടാതെ ഒരു സംശയമുള്ളത്, ഇപ്പം പലപ്പോഴും പലതരം മോഡ് ഓഫ് ട്രീറ്റ്മെന്റിലേക്ക് ആൾക്കാർ, ഇപ്പൊ കുട്ടിക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ആണെന്ന് പറയുമ്പോൾ പലതരം മോഡ് ഓഫ് ട്രീറ്റ്മെന്റ്സിലേക്ക് പോകുന്ന രീതിയുണ്ട്. ആയുർവേദം, ഹോമിയോപ്പതി, സിദ്ധ, അങ്ങനത്തെ അനവധി രീതികൾ. പിന്നെ കൗൺസിലിംഗ് കൊടുക്കുന്നവരുണ്ട്. അപ്പൊ ഈ പലതരം ആക്ടിവിറ്റീസിൽ ഇതില് സാറിന്റെ തോന്നൽ, സാറിന്റെ ഇതനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ് ഇഫക്റ്റീവ് ആയി എന്ന് മനസ്സിലാക്കാൻ എന്ത് ക്രൈറ്റീരിയസ് ആണ് ഇവർക്ക് കൊടുക്കേണ്ടത്? എന്ന് വെച്ചാൽ എന്തായാലും ആൾക്കാർ ട്രീറ്റ്മെന്റ്സ് വേറെ മെത്തഡോളജിയിലേക്ക് പോകും. പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ ഇതാണ് പോകുന്ന പാരാമീറ്റേഴ്സ് കറക്റ്റ് ആണ്. ഒരു സയന്റിഫിക് ആയിട്ട് നമുക്ക് അസസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് റേറ്റിംഗ് സ്കെയിൽ വെച്ചിട്ട് നോക്കിയാലേ മതിയാവുള്ളൂ. ഇപ്പോൾ ആയുർവേദം കഴിച്ചിട്ട് മാറി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അത് ഇതിലാരെങ്കിലും ആയുർവേദം പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ ആ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് എത്ര സ്കോർ വരുന്നു, അതിനുശേഷം എത്ര സ്കോർ വരുന്നത്, അങ്ങനെയാണെങ്കിൽ പറയാൻ പറ്റുള്ളൂ. പിന്നെ സാധാരണ നമ്മുടെ ക്ലിനിക്കിൽ നമ്മൾ ഇങ്ങനെ റേറ്റ് ചെയ്യുന്നത് നോക്കുന്നതും അതിനുള്ള അക്കാഡമിക് പെർഫോമൻസ് ഒരു റേറ്റിംഗ് സ്കെയിലായിട്ട് എടുക്കാൻ പറ്റും. അതായത് കുട്ടി നേരത്തെ പഠിക്കാൻ മോശമായിരുന്ന കുട്ടി ഈ തെറാപ്പി ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ അവൻ്റെ അക്കാഡമിക്സ് ഇംപ്രൂവ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അത് ഓവറോൾ ഫങ്ഷനിങ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായിട്ട് എടുക്കാൻ പറ്റും. So thank you, sir. Now it is my duty to thank each and every one of you for being here for the program. I thank Dr. Krishnoma sir for taking his valuable time to be with us. I also express my gratitude to Honorable VC Dr. Mohan Kumnumal sir
PVC Professor Dr. Vijayan Sir, Registrar Manoj Sir, Dean's Academic Dr. Unnikrishnan Sir, Dean Students Affairs Dr. Iqbal Sir, office staff, IT staff, and my colleagues who were with me, along with me, for making this program a success. Lastly, but not the least, I thank all the delegates for being with us. I hope to meet you all on 16th October. If you have any suggestions about the program or future programs, you can please mail to us. Thank you and have a wonderful afternoon. Thank you, sir. Thank you all. So we next അടുത്ത ഫ്രൈഡേ വീട്ടിൽ കാണാം. അതെ സർ. സാറിന്റെ പിന്നെ ഇന്നത്തെ ഓഡിയോ കുറച്ചിങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എന്ന് വെച്ചാല് മൈക്ക് ഇങ്ങനെ പൊട്ടി മാറി അതാണ്. അത് അടുത്തവണ മറ്റേ ഇതിപ്പോ എന്റെ നമ്മുടെ ഒഫീഷ്യൽ ഇൻഹാൻസ്ഡ് ലാപ്ടോപ്പാണ്, സർക്കാർ ലാപ്ടോപ്പാണ്. പക്ഷെ എന്നാലും ഓഡിബിൾ ആയിരുന്നു തോന്നുന്നു അല്ലേ? ഓഡിബിൾ ആയിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഡിസ്റ്റർബൻസ് വരുന്നോണ്ട് സാറിനെ ഒന്ന് ഓർമ്മിച്ചു. സാർ അറിയില്ലല്ലോ, ആ ഡിസ്റ്റർബൻസ് സാർ അറിയണമെന്നില്ല. അപ്പൊ താങ്ക് യു സർ. അടുത്ത ആഴ്ച.